So we will be starting the meeting in a couple of minutes. So good evening, Anija Patman, Arya Anlan, Nima Thomas, and Anisha K. If you can switch on your camera, it will be well and good. Are you able to? So good evening, everyone. Anisha has left the meeting. Okay, it's okay. So we will be starting the meeting now. It's okay. I couldn't turn on the camera. Okay. And okay, it's okay, fine. So all of you put in the chat box which place you are coming from. നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ള കാര്യം chat box ൽ ഒന്ന് കൊടുക്കാമോ? നിങ്ങൾ ഏത് സ്ഥലത്തു നിന്നാണ് വരുന്നത് എന്നുള്ളത് chat box ൽ ഒന്ന് കൊടുക്കൂ please. Okay, Anija saying I am from Trivandrum. Nima is saying I am from Kannur. Arya Anilan. Okay, fine. So first we will start with introduction. Arya is saying I am from Thrissur. Arya Anilan. Okay, good, thank you. And first of all, Anija Patman, can you please unmute yourself and introduce about yourself? Yeah, hi, can you hear me? Yes, I can hear you. You're audible. Okay, I'm from Trivandrum. I completed BArch recently from Marian College of Architecture and Planning, Karakutam. And Okay. I worked as a junior architect recently, and I resigned a month back because I was having some physical issues. So yeah. Okay. Thank you. So you're at the moment trying for civil services, right? Yeah. Okay. Thank you. Next, Arya Anilan. Can you please introduce? ഒന്ന് പരിചയപ്പെടുത്താമോ? You can unmute yourself. Arya Anilan, please. Next is Nima Thomas. Can you introduce yourself? Hi, sir. I'm from Kannur. Okay. I have completed my degree in economics from Navjyoti College, belongs to Kannur University.
And currently I'm doing my PG in business economics from Ravindranath Tagore University distance education. And Okay. I'm also working as a digital creator. All right. ഏത് ഫീൽഡാണ് ഡിജിറ്റൽ ക്രിയേഷൻ ചെയ്യുന്നത്? Sir, ഞാൻ ആൻഡ്രോയിഡ് ഡെവലപ്മെന്റ് പഠിച്ചിരുന്നു. ആൻഡ്രോയിഡ് ഡെവലപ്മെന്റ് ആണല്ലേ? ശരി. ഓക്കെ താങ്ക് യു. ഇനി അനില പത്മൻ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? സോറി, അനിലൻ സോറി, ആര്യ അനിലൻ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? ഓക്കെ ഫൈൻ. ഓക്കെ, എന്നാൽ ഞാൻ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, അതിന് മുമ്പായിട്ട് we will play a small game. Okay, we will play a small game. It's a very interesting game to make sure you are all pumped up and energetic for this meeting. Okay, so if you can switch on your camera, the game will be more interesting. Camera on ചെയ്യാമെങ്കിൽ ഈ ഗെയിം കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഓക്കെ ഫൈൻ. ഓക്കെ, എല്ലാവരും കൈ ഇതുപോലെ ഒന്ന് പിടിക്കും, നേരെ പിടിക്കും. ഓക്കെ, ഇതുപോലെ നേരെ പിടിക്കും, ഇതുപോലെ പിടിക്കണം. ഓക്കെ, എല്ലാവരും ഇങ്ങനെ പിടിച്ചോ. Say yes or no. You can unmute. All of you can unmute and say yes or no. Yes. Okay, so left ഹാൻഡിലെ തമ്പ് ഉയർത്തുക, റൈറ്റ് ഹാൻഡിലെ ഇൻഡെക്സ് ഫിംഗർ ഇങ്ങനെ വയ്ക്കുക, സ്ട്രൈറ്റ് ആയിട്ട് വയ്ക്കുക. ഓക്കെ, എല്ലാവരും വെച്ചോ. Yes. എല്ലാവരും വെച്ചോ. ഓക്കെ, നൗ റൈറ്റ് ഹാൻഡിലെ തംസ് അപ്പ് ചെയ്യുക, ലെഫ്റ്റ് ഹാൻഡിലെ ഇൻഡെക്സ് ഫിംഗർ നേരെ വയ്ക്കുക. ആർ യു ഏബിൾ ടു ഡു ഇറ്റ്? നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? Yes, sir. ഓക്കെ, ഇനി റിവേഴ്സ് അഗെയിൻ. ലെഫ്റ്റ് ഹാൻഡിലെ തംസ് അപ്പ്, റൈറ്റ് ഹാൻഡിലെ ഇൻഡെക്സ് സ്ട്രൈറ്റ് വയ്ക്കുക. ഓക്കെ, നൗ അഗെയിൻ റിവേഴ്സ്, അഗെയിൻ വീണ്ടും ചെയ്യുക. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, ആർ യു ഏബിൾ ടു ഡു ഇറ്റ്? ആർക്കൊക്കെ ചെയ്യാൻ പറ്റി ഈ എക്സസൈസ്? അനീഷ, നൈസ് ടു മീറ്റ് യു അഗൈൻ. അനീഷ, നമ്മളൊരു ചെറിയ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഗെയിം ഒന്നുകൂടെ പറഞ്ഞുതരാം. ഗെയിം നമ്മൾ രണ്ട് കൈ ഇങ്ങനെ വയ്ക്കുക, ഇടത്തെ കയ്യിലെ തംസ് അപ്പ്, വലത്തെ കയ്യിലെ ഇൻഡെക്സ് ഫിംഗർ സ്ട്രൈറ്റ് വയ്ക്കുക. അത് ഉടനെ റിവേഴ്സ് ചെയ്യുക, വീണ്ടും അടുത്തത് റിവേഴ്സ് ചെയ്യുക, വീണ്ടും അടുത്ത ഹാൻഡ് റിവേഴ്സ് ചെയ്യുക. അങ്ങനെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്യുക. ഓക്കെ, ഇപ്പം ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഈ വെബിനാർ കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ഇപ്പൊ എല്ലാവരുടെയും ബ്രെയിൻ ഒന്ന് റിഫ്രഷ് ആയോ? യെസ് ഓർ നോ? അനീഷ ഏത് സ്ഥലത്തു നിന്നാണ് വരുന്നത് ചാറ്റ് ബോക്സിൽ പറയാമോ? അനീഷ ഏത് സ്ഥലത്ത് നിന്നാണ് വരുന്നതെന്ന് ചാറ്റ് ബോക്സിൽ പറയാമോ? Oh, Thrissur. Okay. One more member is from Thrissur. That is Arya Anilan. Okay. You may be neighbors, I suppose, or maybe not. Okay, fine. So, അപ്പോൾ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. ഓക്കെ, എന്നെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്താം. അതിനായിട്ട് എനിക്ക് നിങ്ങളുടെ പെർമിഷൻ വേണം. ടൈപ്പ് P in the chat box to give me permission. ആരെങ്കിലും P എന്നൊന്ന് ടൈപ്പ് ചെയ്യാമോ? ഓക്കെ, അനുജ ടൈപ്പ് P. ഓക്കെ,
ഞാൻ എന്നെക്കുറിച്ച് പറയാം. എൻ്റെ പേര് ആദർശ് പുഷ്പൻ എന്നാണ്. എൻ്റെ സ്ഥലം കൊല്ലമാണ്. കൊല്ലത്താണ് ഞാൻ ജനിച്ചതും വളർന്നതുമൊക്കെ. എൻ്റെ സ്കൂളിങ് കൊല്ലത്തായിരുന്നു. 1ാം ക്ലാസ് തൊട്ട് 12ാം ക്ലാസ് വരെ ഞാൻ ശ്രീനാരായണ പബ്ലിക് സ്കൂളിലായിരുന്നു പഠിച്ചത്. 12ാം ക്ലാസ്സിന് ശേഷം ഞാൻ എഞ്ചിനീയറിംഗിന് ജോയിൻ ചെയ്തു. PASS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലാണ് പഠിച്ചത്. അതിനുശേഷം ഞാൻ 1 വർഷക്കാലം MBA ചെയ്തു. ദാറ്റ് വാസ് ഫ്രം സിംഗപ്പൂർ. അവിടെ സിംഗപ്പൂരിൽ MBA ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ കോർ ഫീൽഡായ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ജോയിൻ ചെയ്തു. ആൻഡ് ഐ സ്റ്റാർട്ടഡ് മൈ കരിയർ ഇൻ സൗദി അറേബ്യ ആസ് എ മെക്കാനിക്കൽ എഞ്ചിനീയർ. അവിടെ എൻ്റെ കമ്പനി ചെയ്തുകൊണ്ടിരുന്നത് ലൈക്ക് സ്റ്റീം പവർ പ്ലാന്റ്സിന്റെ മെയിൻ്റനൻസ് ആയിരുന്നു. സൗദി ഈസ് എ ഡ്രൈ പ്ലേസ്. അവിടെ നമ്മുടെ നാട്ടിലെ പോലെ ലൈക്ക് ഡാമും കാര്യങ്ങളൊന്നുമില്ല ഈ പവർ ജനറേഷന്. ദേ ആർ യൂസിങ് വാട്ട് ദേ ആർ ഡൂയിങ് ഇസ് അവർ കടൽ വെള്ളം ശുദ്ധീകരിച്ച് കടലിലെ ഉപ്പ് വെള്ളത്തെ ശുദ്ധീകരിച്ച് വെള്ളമാക്കി ആ വെള്ളം ഉപയോഗിച്ച് സ്റ്റീം ആക്കി ആ സ്റ്റീമിനെ ഉപയോഗിച്ചാണ് അവർ പവർ ജനറേറ്റ് ചെയ്യുന്നത്. സോ വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്റ്റീം ടർബൈൻസ് ദേ ആർ ജനറേറ്റിംഗ് പവർ. ഓക്കെ, വർഷക്കാലം ഉണ്ടായിരുന്നു. വളരെയധികം ഹെക്ടിക് ആയിട്ടുള്ള ഷെഡ്യൂളായിരുന്നു എൻ്റെ ജോലി എന്ന് പറയുന്നത്. അപ്പോൾ രാവിലെ ഞാൻ എല്ലാ ദിവസവും രാവിലെ 7:30 ജോബ് സ്റ്റാർട്ട് ചെയ്യും. വൈകുന്നേരം 6:30 ആണ് സ്റ്റോപ്പ് ചെയ്യുന്നത്. അപ്പോൾ നിയർലി 11 hours ഓഫ് ജോബ് ഉണ്ടായിരുന്നു. ഈവൻ അവിടെ ഫ്രൈഡേയ്സിലാണ് ഹോളിഡേയ്സ്. പക്ഷെ ഫ്രൈഡേയും ഞാൻ 8 മണി തൊട്ട് 2 മണി വരെ ജോലി ചെയ്യും. അത് കഴിഞ്ഞിട്ടുള്ള സമയമാണ് ഞാൻ ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഇങ്ങനെയായിരുന്നു എൻ്റെ ഷെഡ്യൂൾ. അപ്പോൾ ഫുൾ ടൈം വർക്കിലായിരുന്നു. അപ്പോൾ എന്നിരുന്നാൽ തന്നെ ഞാൻ നാട്ടിൽ ഉള്ള ന്യൂസ് ശ്രദ്ധിക്കുമ്പോൾ IAS എക്സാം പാസ്സായ കേരളത്തിൽ നിന്നുള്ള കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ഞാൻ നോട്ടീസ് ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെ പതുക്കെ എനിക്കും IAS ഒന്ന് എഴുതിയാൽ കൊള്ളാം എന്നൊരു ആഗ്രഹം വന്നു. അപ്പോൾ ഞാൻ നാട്ടിൽ ഇരുന്ന് തന്നെ 2012 അന്നത്തെ ഒരു റാങ്ക് ഹോൾഡറായ മിസ്റ്റർ അഭിരാമിനെ കോൺടാക്ട് ചെയ്യുക. അന്ന് ഇമെയിൽ വഴിയാണ് കോൺടാക്ട് ചെയ്യുന്നത്. ഇന്നത്തെ പോലെ വാട്സാപ്പും ലൈക്ക് ഫേസ്ബുക്കോ ഇൻസ്റ്റയോ അങ്ങനെയൊന്നുമില്ല. അന്ന് ഇമെയിൽ ആയിരുന്നു കൂടുതൽ മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു. അതിലൂടെ ഞാൻ ബന്ധപ്പെടുകയും അദ്ദേഹം എനിക്ക് ലൈക്ക് വളരെയധികം സമയമെടുത്ത് അദ്ദേഹത്തിനെ കൊണ്ട് തരാൻ പറ്റുന്ന ഹെൽപ്പൊക്കെ എനിക്ക് ചെയ്തു. എനിക്ക് അദ്ദേഹം തിരിച്ചൊരു മെയിൽ അയച്ചു, എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ള ഒരു ലിസ്റ്റ് ഓഫ് ബുക്സ് അയച്ചു. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അദ്ദേഹം തന്നു. അപ്പോൾ അന്നോട്ട് ഞാൻ സ്വന്തമായിട്ട് അവിടെ നിന്ന് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് എനിക്ക് നാട്ടിൽ വന്ന ഒരു അറ്റംപ്റ്റ് കൊടുക്കാനായിട്ട് പറ്റിയില്ല. അഗൈൻ ഇയേഴ്സ് പാസ്ഡ് ബൈ, സമയം കഴിഞ്ഞുപോയി. സമയം ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടേയിരുന്നു. ബൈ ദ ടൈം ഐ മെയ്ഡ് അപ്പ് മൈ മൈൻഡ് ആൻഡ് റീച്ച്ഡ് കേരള ആൻഡ് സ്റ്റാർട്ടഡ് മൈ കോച്ചിങ്. ഐ വാസ് അറ്റ് ദ ബ്രിം ഓഫ് മൈ ഏജ് ലിമിറ്റ്. ഓക്കെ, പിന്നീട് എനിക്ക് 2 അറ്റംപ്റ്റ് മാത്രമേ കഷ്ടിച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. ബൈ ദാറ്റ് ടൈം മൈ അറ്റംപ്റ്റ്സ് ഹാവ് എക്സോസ്റ്റഡ്. ഓക്കെ, സോ അപ്പോൾ എനിക്ക് തോന്നിയത് ഹാഡ് ഐ ബീൻ ഏബിൾ ടു ഗീവ് 1 or 2 more attempts, I would have landed in the civil services. But it may be true, it might have happened, it might not have happened. ചിലപ്പോൾ സംഭവിച്ചിരിക്കാം, ചിലപ്പോൾ സംഭവിച്ച് കൂടായികയില്ല. എന്നിരുന്നാലും അന്ന് ഞാൻ വളരെയധികം ഡിജക്റ്റഡ് ആയെങ്കിൽ കൂടി പിന്നെ ഞാൻ ആലോചിച്ചു, അപ്പോൾ എനിക്ക് like I have a confidence that I would have passed the civil services had I been provided with more 1 or 2 more attempts. So I thought of helping other people who are willing to join the civil services. Okay, so അങ്ങനെയാണ് ഞാൻ ഈ കോച്ചിങ് ഫീൽഡിലേക്ക് വന്നതും വളരെയധികം സ്റ്റുഡൻസിനെ മോട്ടിവേറ്റ് ചെയ്യാനും കോച്ചിങ് കൊടുക്കാനും എനിക്ക് പറ്റിയത്. Even this year also we had some of our successful candidates. Okay, successful candidates ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ ഞാൻ വിചാരിച്ചു നമ്മൾ കുറച്ച് എന്നിട്ട് എപ്പോഴും എല്ലാ വർഷവും റിസൾട്ട് എടുത്ത് നോക്കുമ്പോൾ കേരളത്തിൽ നിന്നുള്ള കാൻഡിഡേറ്റ്സിൻ്റെ എണ്ണം കുറവാണ്. ഓക്കെ, കേരളത്തിൽ നിന്നുള്ള കാൻഡിഡേറ്റ്സിൻ്റെ എണ്ണം കുറവാണ്. സോ അതൊന്ന് കൂട്ടുന്നതിന് വേണ്ടി മോർ സ്റ്റുഡൻസിലേക്ക് എങ്ങനെയാണ് സിവിൽ സർവീസ് എക്സാം പാസ്സാവുക എന്നുള്ള ഇൻഫർമേഷൻ പാസ് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ വെബിനാറിലൂടെ ഒരുപാട് കുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മിനിറ്റിൽ ഞാൻ അത് തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് 5 പാർട്ടിസിപ്പൻസ് ഉണ്ട്. ഈ 5 പേർക്കെങ്കിൽ 5 പേർക്ക് നമ്മൾ ഇൻഫർമേഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു മിനിറ്റ്, 1 more person is trying to join. Okay, so like അപ്പോൾ അതാണ് എൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനി ലെറ്റ്സ് ഗെറ്റ് ബാക്ക് ടു അവർ സബ്ജക്റ്റ്.
So now let us see how to crack civil service. അപ്പോൾ നിങ്ങൾ എല്ലാവരും സിവിൽ സർവീസസ് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സിവിൽ സർവീസ്, can you see my screen? Yeah. Can you see my screen? Okay, thank you, thank you. Okay, so first of all, സിവിൽ സർവീസിനെ കുറിച്ച് ഞാൻ പറയാം. സിവിൽ സർവീസ് എന്ന് പറയുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന ഒരു പരീക്ഷയാണ്. അത് എല്ലാ വർഷവും ഉണ്ട്, വർഷത്തിൽ ഒരിക്കലാണ് നടത്തുന്നത്. അതിന് 3 സ്റ്റേജ് ഉണ്ട്: പ്രിലിംസ്, മെയിൻസ്, ഇന്റർവ്യൂ. ഈ 3 ആ സ്റ്റേജസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അതിനെ ഓരോന്നായിട്ട് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ വി വിൽ സീ വാട്ട് പ്രിലിംസ് ഈസ് ഓൾ അബൌട്ട്. ഓക്കെ, ഗിവ് മീ some time. അപ്പോൾ ഇതാണ് പ്രിലിംസ് എക്സാമിന്റെ ഒരു എന്താണ് പറയുക, ഒരു സ്നാപ്ഷോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, UPSC പ്രിലിംസിന് 2 പേപ്പർ ഉണ്ട്, പേപ്പർ 1, പേപ്പർ 2. ഓക്കെ, പേപ്പർ 1 എന്ന് പറയുന്നത് 100 ക്വസ്റ്റ്യൻസ് ആണ്. 100 ക്വസ്റ്റ്യൻസ്. ഓക്കെ, 100 ക്വസ്റ്റ്യൻസിന് 2 മാർക്ക് വീതം, അപ്പോൾ 200 മാർക്സ് വരും. പേപ്പർ 2ന് 80 ക്വസ്റ്റ്യൻസ് 2.5 മാർക്സ് വീതം, അപ്പോൾ 200 മാർക്സ് വരും. ഓക്കെ, അപ്പോൾ ഈ പേപ്പർ 1 എന്ന് പറയുമ്പോൾ ഈ പേപ്പർ 1ഉം പേപ്പർ 2ഉം ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ്. ഓക്കെ, ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ് എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, പേപ്പർ 1നെ കുറിച്ച് ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിന് ജനറൽ സ്റ്റഡീസ് പ്ലസ് കറണ്ട് അഫയേഴ്സ് ആണ് അതിന്റെ ടോപ്പിക്. അപ്പോൾ ജനറൽ സ്റ്റഡീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ജനറൽ സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ ആദ്യം വരുന്ന ഹിസ്റ്ററി, അതായത് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ആൻഡ് നാഷണൽ മൂവ്മെന്റ്. ദെൻ ജോഗ്രഫി, ഇന്ത്യൻ ആൻഡ് വേൾഡ് ജോഗ്രഫിയാണ് അതിനകത്ത് വരുന്നത്. പിന്നെ എക്കണോമിക് ജോഗ്രഫി ഉണ്ട്. ഇന്ത്യൻ പോളിറ്റി, അത് ഇന്ത്യൻ പോളിറ്റി ആൻഡ് ഗവേണൻസ്, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ, പൊളിറ്റിക്കൽ സിസ്റ്റം, പഞ്ചായത്തി രാജ്, പോളിസി ഇഷ്യൂസ് എക്സെട്ര. പിന്നെ വരുന്നത് ഇന്ത്യൻ എക്കോണമി. ഇതിനകത്ത് വരുന്നത് പോവർട്ടി, ഇൻക്ലൂഷൻ, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, സോഷ്യൽ സെക്ടർ ഇനിഷ്യേറ്റീവ്സ്, സ്കീംസ് ഓഫ് ഡിഫറെന്റ് ഗവൺമെന്റ് സ്കീംസ്. അടുത്തത് എൻവയോൺമെന്റ് ആണ്. എൻവയോൺമെന്റിനെ കുറിച്ച് പറയുമ്പോൾ വരുന്ന ബയോഡൈവേഴ്സിറ്റി ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. ഇന്നലെയും കൂടെ ഒരു വാർത്തയുണ്ടായിരുന്നു അബൌട്ട് ഹിമാലയൻ വൾച്ചേഴ്സ്. ഫസ്റ്റ് ടൈമിൽ ക്യാപ്റ്റീവ് ബ്രീഡിംഗ് നടന്നിരിക്കുകയാണ് ഹിമാലയൻ വൾച്ചേഴ്സിനെ വെച്ചിട്ട്. ദാറ്റ് ഈസ് ഇൻ ദ സ്റ്റേറ്റ് സൂ ഓഫ് ആസാം. ഓക്കെ, സോ അതുപോലുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് എൻവയോൺമെന്റിലാണ്. എൻഡേഞ്ചേർഡ് സ്പീഷീസ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ വരുന്നത് എൻവയോൺമെന്റിലാണ്. ഓക്കെ, അതിന് സബ്ജക്ട് സ്പെഷ്യലൈസേഷൻ ആവശ്യമില്ല. പിന്നെ അടുത്തത് സയൻസ് ആൻഡ് ടെക്നോളജിയാണ്. സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുമ്പോൾ ജനറൽ സയൻസും ടെക്നോളജിയും കൂടെ ചേർന്നിട്ടാണ്. പിന്നെ കറണ്ട് അഫയേഴ്സ്, കറണ്ട് ഈവൻറ്റ്സ് ഓഫ് നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ പ്രിലിംസിൽ പഠിക്കാനുള്ളത് പേപ്പർ 1ൽ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പേപ്പർ 2നെ കുറിച്ച് നോക്കാം. ഓക്കെ, പേപ്പർ 2നെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പേപ്പർ 2 എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു 80 ചോദ്യങ്ങളാണ്, 2.5 മാർക്സ് വെച്ച് 200 മാർക്സ്. ഓക്കെ, അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പേപ്പർ 2നെ പറയുന്ന വേറൊരു പേരാണ് CSAT. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യെസ് ഓർ നോ എന്ന് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ CSATൽ 3 ഭാഗങ്ങളാണ്: ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ, റീസണിങ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. ഓക്കെ, ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു പാസേജ് തരും, അതിന് വായിച്ചിട്ട് അതിന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ എഴുതണം. റീസണിങ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഇത് രണ്ടും മാത്സ്, മെന്റൽ എബിലിറ്റി അതുപോലുള്ള കാര്യങ്ങളാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടുമാണ് പ്രിലിംസ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രിലിംസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത്രയാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഓക്കെ, പ്രിലിംസിനെ കുറിച്ച്. അടുത്തത് മെയിൻസ് ആണ്. ഓക്കെ, മെയിൻസിനെ കുറിച്ച് പറയുമ്പോൾ മെയിൻസിനെ കുറിച്ച് നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. മെയിൻസിന് മൊത്തം 9 പേപ്പർ ഉണ്ട് കേട്ടോ, 9 പേപ്പർ. ആ പേപ്പറൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ, ഈ മെയിൻസിന് 9 പേപ്പറാണ്. എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ 9 പേപ്പർ എന്ന് പറയുന്നത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് കാണാം. ഫസ്റ്റ് പേപ്പർ എന്ന് പറയുന്നത് essay പേപ്പറാണ്. ഓക്കെ, essay പേപ്പറാണ്. പിന്നെ ഉള്ള അടുത്ത പേപ്പർ 2 എന്ന് പറഞ്ഞാൽ GS1. GS എന്ന് പറഞ്ഞാൽ ജനറൽ സ്റ്റഡീസ്, പ്ലീസ് നോട്ട്. GS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ സ്റ്റഡീസ്. ഓക്കെ, നെക്സ്റ്റ് പേപ്പർ 3 എന്ന് പറയുന്നത് GS2, പേപ്പർ 4 എന്ന് പറയുന്നത് GS3, പേപ്പർ 5 എന്ന് പറയുന്നത് GS4, പേപ്പർ 6 and 7 എന്ന് പറയുന്ന 2 ഓപ്ഷണൽ പേപ്പേഴ്സ് ആണ്. പേപ്പർ 8 and 9, സോ ദാറ്റ് ഈസ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് റീജിയണൽ ലാംഗ്വേജ്. ഓക്കെ, പിന്നെ നമുക്ക് പേപ്പർ 1 ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഓക്കെ, പേപ്പർ 1നെയാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ പോകുന്നത്, അതായത് essay പേപ്പറിനെയാണ് കേട്ടോ. പിന്നെ ഓൾ ദീസ് 9 പേപ്പേഴ്സ് ആർ
ഡിസ്ക്രിപ്റ്റീവ് പേപ്പേഴ്സ്, അതായത് എഴുത്ത് പരീക്ഷയാണ്. ഒബ്ജക്റ്റീവ് ടൈപ്പ് അല്ല, എഴുത്ത് പരീക്ഷയാണ്. മെയിൻസിന് 9 പേപ്പറും റിട്ടേൺ എക്സാം ആണ്. ഓക്കെ, ഇപ്പോൾ പേപ്പർ 1ന്റെ ഡീറ്റെയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് 2 പാർട്ടുണ്ട്, പാർട്ട് 1ഉം പാർട്ട് 2. പാർട്ട് 1ൽ 4 ചോദ്യങ്ങൾ ചോദിക്കും. അതിന് ഏതെങ്കിലും ഒരു ഉത്തരം എഴുതിയാൽ മതി, ഏതെങ്കിലും ഒരു ക്വസ്റ്റിന് ഉത്തരം എഴുതിയാൽ മതി. അത് ഈസ് 125 മാർക്സ്. അതുപോലെ തന്നെ പാർട്ട് 2ന് 4 ചോദ്യങ്ങൾ ഉണ്ടാവും, അതിന് ഒരു ഉത്തരം എഴുതിയാൽ മതി, അഗൈൻ 125 മാർക്സ്. ടോട്ടൽ ഇറ്റ് ഈസ് 250 മാർക്സ്. ഓക്കെ, അടുത്ത പേപ്പർ 2 ആണ്. പേപ്പർ 2 നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ടോപ്പിക്സ് എന്ന് പറയുന്നത് GS1 ആണ്. അതിൻ്റെ ടോപ്പിക് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ഹെറിറ്റേജ് ആൻഡ് കൾച്ചർ, ഹിസ്റ്ററി ആൻഡ് ജോഗ്രഫി ഓഫ് ദ വേൾഡ് ആൻഡ് സൊസൈറ്റി. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ പേപ്പറിന് ടോട്ടൽ 20 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആദ്യത്തെ 10 ചോദ്യങ്ങൾ 10 മാർക്കിനാവും, അതായത് 150 വേർഡ്സിന്. രണ്ടാമത്തെ 10 ചോദ്യങ്ങൾ 15 മാർക്കിന്, അത് 250 വേർഡ്സ് ആയിരിക്കും. രണ്ടും കൂടെ ചേരുമ്പോൾ 250 മാർക്സ് ആണ് വരുന്നത്. ഓക്കെ, 10 മാർക്കിന്റെ 10 ചോദ്യങ്ങൾ 100 മാർക്ക്, 15 മാർക്കിന്റെ 10 ചോദ്യങ്ങൾ 150 മാർക്ക്. ഓക്കെ, അപ്പോൾ ഓൾ ടുഗദർ 250 മാർക്സ്. ഇനി പേപ്പർ 2നെ കുറിച്ച് നോക്കുമ്പോൾ, പേപ്പർ 3 എന്ന് പറയുന്നത് GS2 ആണ്. GS2നെ കുറിച്ച് നോക്കുമ്പോൾ അതിന്റെ ടോപ്പിക് വരുന്നത് ഗവേണൻസ്, കോൺസ്റ്റിറ്റ്യൂഷൻ, പോളിറ്റി, സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഇന്റർനാഷണൽ റിലേഷൻസ്. ഓക്കെ, എഗെയിൻ ഇതിനും അതേ സെയിം പാറ്റേൺ ആണ്. ക്വസ്റ്റ്യന് 20 ക്വസ്റ്റ്യന് 10 ക്വസ്റ്റ്യൻ വീതം, ടോട്ടൽ 250 മാർക്സ്. ഓക്കെ, നെക്സ്റ്റ് പേപ്പർ 4നെ കുറിച്ച് നോക്കുമ്പോൾ പേപ്പർ 4 ഇസ് GS3. അതിന്റെ ടോപ്പിക് എന്ന് പറയുന്നത് ടെക്നോളജി, എക്കണോമിക് ഡെവലപ്മെന്റ്, ബയോഡൈവേഴ്സിറ്റി, എൻവയോൺമെന്റ്, സെക്യൂരിറ്റി ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. അഗെയിൻ ദ സെയിം പാറ്റേൺ, 250 മാർക്സ്. ഓക്കെ, പിന്നെ അടുത്തതാണ് പേപ്പർ 5 എന്ന് പറയുന്നത് GS4. എത്തിക്സ്, ഇന്റഗ്രിറ്റി ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്. എത്തിക്സ്, ഇന്റഗ്രിറ്റി ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒരു സിവിൽ സർവന്റിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ക്യാരക്ടറാണ് എത്തിക്സ്, സന്മാർഗ പാഠം. ഓക്കെ, so again same pattern, 20 questions, 250 marks. Okay, അടുത്ത വരുന്നത് ഓപ്ഷണൽ പേപ്പർ ആണ്. ഓപ്ഷണൽ 1 and 2 ഉണ്ട്. 1 and 2 നമുക്ക് നോക്കാം. അത് 2ൽ 8 ചോദ്യങ്ങൾ വീതം, 8 ചോദ്യമാണ് ചോദിക്കുന്നതെങ്കിലും അതിനകത്ത് പിന്നെ വീണ്ടും സബ് ഡിവിഷൻ ഉണ്ടാവും. സോ അത് മൊത്തത്തിൽ 250 മാർക്സ് ആണ്. അഗെയിൻ ഓപ്ഷണൽ പേപ്പർ 2, 8 questions, 250 മാർക്സ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് പേപ്പർ 8. 8ഉം 9ഉം എന്ന് പറയുന്നത്, ഓക്കെ, 8ഉം 9ഉം എന്ന് പറയുന്നത് ലാംഗ്വേജ് പേപ്പേഴ്സ് ആണ്. അതിനെ ക്വാളിഫയിങ് പേപ്പേഴ്സ് എന്ന് കൂടി പറയും. കാരണം ഇതിന് മിനിമം ഒരു മാർക്ക് വാങ്ങിച്ചെങ്കിൽ മാത്രമേ മെയിൻസിന്റെ ബാക്കി എല്ലാ പേപ്പേഴ്സും അവർ വാല്യുവേറ്റ് ചെയ്യുള്ളൂ. ഓക്കെ, സോ അതിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. കോംപ്രിഹെൻഷൻ ഓഫ് ഗിവൺ പാസേജ്, പ്രിസിസ് റൈറ്റിംഗ്, യൂസേജ് ആൻഡ് വൊക്കാബുലറി, ഷോർട്ട് എസ്സേസ്, ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. ഇത് 300 മാർക്സിലാണ്, ബാക്കിയെല്ലാം 250 മാർക്സിലും. ഈ 2 പേപ്പേഴ്സ് മാത്രം 300 മാർക്സിലും. അപ്പോൾ ഇതിന് മിനിമം 90 മാർക്സ് മേടിച്ചിരിക്കണം, എന്നാൽ മാത്രമേ മേൽ പറഞ്ഞ പേപ്പേഴ്സിനെല്ലാം അവർ വാല്യുവേറ്റ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ നോക്കിയല്ലോ. ഇനി പ്രിലിംസ് നോക്കി, മെയിൻസ് നോക്കി, അടുത്ത ഇന്റർവ്യൂ ആണ്. ഇന്റർവ്യൂ നടക്കുന്നത് ഡൽഹിയിലെ ധോൽപൂർ ഹൗസിലാണ്. ഓക്കെ, ധോൽപൂർ ഹൗസിലാണ്. ധോൽപൂർ ഹൗസിൽ ആണ് ഇന്റർവ്യൂ നടക്കുന്നത്. അവിടെ നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഒരു ഇന്റർവ്യൂ പാനൽ ഉണ്ടാവും. അതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് UPSCയുടെ ചെയർമാൻ തന്നെയാണ്. അദ്ദേഹം മാത്രമല്ല, അവിടെ അവിടെ അദ്ദേഹം കൂടാതെ മറ്റ് എക്സ്പേർട്സും, സബ്ജക്ട് എക്സ്പേർട്സും, ദെൻ അതർ സ്റ്റാൽവേർഡ്സും ഉണ്ടാവും, നിങ്ങളെ കാത്തവരുണ്ടാവും. ഓക്കെ, ഇന്റർവ്യൂവിന് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് എവിടെ നിന്നാണ് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. നിങ്ങളുടെ ഇന്റർവ്യൂ 30 to 45 മിനിറ്റ്സ് ആണ് ലാസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, എവിടെ നിന്നൊക്കെ ചോദ്യം വരാമെന്ന് പറഞ്ഞാൽ കറണ്ട് അഫയേഴ്സിൽ നിന്ന് വരാം, നിങ്ങളുടെ ബയോഡേറ്റയിൽ നിന്ന് വരാം, GSC നിന്ന് വരാം, നിങ്ങളുടെ ഓപ്ഷണൽ സബ്ജക്ട്സിൽ നിന്ന് വരാം. ഓക്കെ, ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ പ്രിപ്പയർഡ് ആയിട്ട് പോകുന്നത് നിങ്ങൾ ബയോഡേറ്റയിൽ നിന്നാണ്. കാരണം നിങ്ങൾ മെയിൻസ് പരീക്ഷ എഴുതുന്ന സമയത്ത് തന്നെ നിങ്ങൾ ഒരു ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യും. DAF എന്ന് പറയും, ഡീറ്റെയിൽഡ് ആപ്ലിക്കേഷൻ ഫോം എന്നാണ് അതിന്റെ പേര്. അതിനകത്ത് നിങ്ങളെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾ കൊടുക്കേണ്ടി വരും. നിങ്ങളുടെ പേര്, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങളുടെ മാരിറ്റൽ സ്റ്റാറ്റസ്, ഓക്കെ, നിങ്ങളുടെ പേരൻസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, അവരുടെ ജോലി, അവരുടെ ആനുവൽ ഇൻകം, നിങ്ങളുടെ കേഡർ പ്രിഫറൻസ്, നിങ്ങളുടെ സർവീസ് പ്രിഫറൻസ്, നിങ്ങളുടെ ഹോബീസ് എല്ലാം നിങ്ങൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ അതിൽ ഫില്ല് ചെയ്തിട്ടുണ്ടാകും. ഈ ഇൻഫർമേഷൻ എല്ലാം നമ്മുടെ ഇന്റർവ്യൂ പാനലിന് ആക്സസും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ അവിടെ ചെല്ലുകയാണ്, ഇന്റർവ്യൂവിന് ചെല്ലുകയാണ്. ഓക്കെ, ഇന്റർവ്യൂവിന് ചെല്ലുമ്പോൾ അവർ ചോദിക്കുകയാണ്, നിങ്ങളിപ്പോൾ തൃശ്ശൂരിൽ നിന്നാണ് ചെല്ലുന്നതെന്ന് വെച്ചോളൂ. ഓക്കെ, തൃശ്ശൂരിൽ നിന്നാണ് ചെല്ലുന്നത്. അപ്പോൾ ഇന്റർവ്യൂ പാനൽ നിങ്ങളെ വെൽക്കം ചെയ്യും, ഇരിക്കാൻ പറയും. സോ ദ ഇന്റർവ്യൂ സ്റ്റാർട്ടഡ്, ഇന്റർവ്യൂ തുടങ്ങി. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ വൺ ഓഫ് ദ പാനൽ മെമ്പർ വിൽ ആസ്ക് യു, ഓ യു ആർ ഫ്രം തൃശ്ശൂർ? ദെൻ യു വിൽ സേ, യെസ് സർ, ഐ എം ഫ്രം തൃശ്ശൂർ. Oh, in Thrissur Puram is very famous. I have heard about it. It is very famous. Then you will, your head will touch the roof because
നിങ്ങൾ കേരളത്തിൽ നിന്നുള്ള നിങ്ങളെ തൃശ്ശൂർ പൂരത്തിന് നോർത്ത് ഇന്ത്യ വരെ അറിഞ്ഞിരിക്കുന്നു. ഓ, ദ ഇന്റർവ്യൂ പാനൽ ഈസ് വെരി വെൽ അവെയർ ഓഫ് ദ തൃശ്ശൂർ പൂരം. സോ യു വിൽ യു വിൽ സ്റ്റാർട്ട് ടോക്കിംഗ് അബൌട്ട് ഇറ്റ്. നിങ്ങൾ വളരെയധികം അതിനെക്കുറിച്ച് വാചാലനാവും. Yes, sir. Thrissur Puram is very famous. Lot of elements standing, Kudamatam and Venjamaram, everything, lot of percussion instruments for long hours. People from everywhere coming, lot of crowd, and fireworks, etc., etc. You will keep talking about it. And after this, when you stop, then the interviewer will start, and he will say, okay, these all are nice things, but what is your opinion about these elephants being made to stand for long hours during this event? Isn't it a cruelty towards the animal? Then you won't have a word to spell. Okay. At that point of time, the interview board has cornered you to a position which you have to give a nice and decent answer, which should be accepted by the interview panel. This is the way they corner you. Okay, so you have to be very careful when attending the interview. You speak less and think more. Okay, think more and speak less. Okay, every word is important. Okay, so this is a way and you have to be very careful. Okay, അപ്പോൾ ഇനി നമ്മൾ അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചല്ലോ. അപ്പോൾ ഇനി നമ്മൾ we will again go back to our topic, that is how to crack civil service. Okay, അപ്പോൾ civil service എങ്ങനെ crack ചെയ്യാമെന്നുള്ളത് നമ്മൾ ഇന്ന് നോക്കുന്നു. അതിന് എന്തൊക്കെ നമ്മൾ നോക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ 7 strategies to crack civil services നോക്കും. Qualities to be acquired by a civil service aspirant. How top-notch IAS helps student build that qualities. Then the 8th strategy. Okay, ഈ 8th strategy കൂടെ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഈ വെബിനാറിനെ കൊണ്ടുള്ള യൂസ് കിട്ടുള്ളൂ. ഫസ്റ്റ് 7 സ്ട്രാറ്റജീസ് പ്ലസ് 8th സ്ട്രാറ്റജി ആണ് എന്താണ് പ്രിലിംസ് പ്ലസ് മെയിൻസ് പാസ് ആവുന്നതിന് നിങ്ങളെ സഹായിക്കുന്നത്. ഓക്കെ, ഹൗ ടു ക്രാക്ക് പ്രിലിംസ് ആൻഡ് മെയിൻസ് എന്ന് പറഞ്ഞാൽ ദീസ് 7 സ്ട്രാറ്റജീസ് പ്ലസ് 8th സ്ട്രാറ്റജി. ഓക്കെ, സോ ഞാൻ അപ്പം ഞാൻ ഇനി നിങ്ങൾക്ക് ഈ പ്രിലിംസ് എക്സാമിന് ചോദിച്ചിരുന്നത് ചോദ്യം ചോദിക്കാം. ചോദ്യം നിങ്ങളെ കാണിക്കാം. നിങ്ങൾക്ക് എല്ലാം ഈ ചോദ്യം കാണാൻ പറ്റുന്നുണ്ടോ? എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ? സേ യെസ് ഓർ നോ. ഞാൻ ചോദ്യം ഒന്ന് വായിക്കാം. With reference to stem cells frequently in the news, which of the following statements is or are correct? Stem cells can be derived from mammals only. Stem cells can be used for screening new drugs. Stem cells can be used for medical therapies. Select the correct answer using the codes given below. ഉത്തരങ്ങൾ ഇതിൽ ഏതൊക്കെയാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. A 1 and 2 ആണോ? B 2 and 3 only ആണോ? C 3 only ആണോ? or D 1, 2 and 3 only? So 1, 2 and 3. അപ്പൊ ഇതിന്റെ ഉത്തരം അറിയാവുന്നവര് ഉത്തരം പറയാം, അറിഞ്ഞുകൂടാത്തവര് നോ എന്ന് പറയാം. ചാറ്റ് ബോക്സിൽ വന്നിട്ടോളൂ. ചാറ്റ് ബോക്സിൽ വന്നിട്ടോളൂ. നോ, അനുജ പറയുന്നു നോ. നിമ പറയുന്നു നോ. ഓക്കെ, ഫെയർ ഇനഫ്. അനീഷ പറയുന്നു നോ. ഓക്കെ, എനിബഡി എൽസ്? ഓക്കെ, നോ പ്രോബ്ലം, ഫെയർ ഇനഫ്. പക്ഷേ നമ്മൾ ഇന്ന് ഈ 7 സ്ട്രാറ്റജി പ്ലസ് 8th സ്ട്രാറ്റജി കഴിയുമ്പോൾ ശ്രീപ്രിയ പറയുന്നു ഡി എന്ന് പറയുന്നു. ശ്രീപ്രിയ ഡി എന്നാണ് പറയുന്നത്. 1, 2 and 3 എന്നാണ് പറയുന്നത്. ഓക്കെ, ലെറ്റ് us see. എല്ലാവരും നോട്ട് ചെയ്ത് വെച്ചുള്ളൂ. ശ്രീപ്രിയ പറഞ്ഞ ഉത്തരം നമുക്ക് അവസാനം നോക്കാം. അപ്പോൾ നമ്മൾ 7th സ്ട്രാറ്റജി പ്ലസ് 8th സ്ട്രാറ്റജി ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോൾ we will once again come back to this question and we will solve this together, and the next questions you will solve. Okay, that is a magic which is going to happen today. Okay, so everybody stay tuned. Okay, so അപ്പോൾ നമുക്ക് ഓരോരോ സ്ട്രാറ്റജീസിലും ആ 7 സ്ട്രാറ്റജീസിലോട്ട് പോവാം. ഓക്കെ, ആൻഡ് അതിന് മുമ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചു തരാം. നമുക്ക് അപ്പോൾ പല സിവിൽ സർവീസ് ആസ്പിറൻസിൻ്റെയും ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഇൻഹിബിഷൻ എന്ന് പറയുന്നത് എന്നെ കൊണ്ട് ഇത് പഠിക്കാൻ പറ്റുമോ ഇല്ലയോ.
കാരണം ഞാൻ പണ്ടോട്ടേ കേട്ടിട്ടുണ്ട് സിവിൽ സർവീസിന്റെ പോർഷൻസ് ഒരുപാട് പഠിക്കാനുണ്ട്. ഈ ഒരുപാട് പഠിക്കാനുണ്ടെന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? ഒരുപാട് പഠിക്കാനുണ്ടെന്ന് ലോകത്തുള്ള എല്ലാ ബുക്കും പഠിക്കണമെന്നാണോ? സൂര്യന്റെ താഴെയുള്ള എല്ലാത്തിനെയും കുറിച്ച് നമ്മൾ ബോധവാനായിരിക്കണമെന്നാണോ? അതിനെക്കുറിച്ച് പഠിക്കണമെന്നാണോ? എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? ആക്ച്വലി അതെല്ലാം റോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ്. സിവിൽ സർവീസ് എക്സാമിനും മറ്റേത് പരീക്ഷയെ പോലും ഒരു സിലബസ് ഉണ്ട്. Okay, and that syllabus I am going to show you. Okay, സിവിൽ സർവീസ് എക്സാമിന് മറ്റേത് പരീക്ഷകളും സിലബസ് ഉണ്ട്. അതാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഇതാണ് ആ സിലബസ് എന്ന് പറയുന്നത്. നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. സിവിൽ സർവീസ് എക്സാമിന് ഈ ലോകത്തുള്ള എല്ലാത്തിനെ കുറിച്ചും പഠിക്കണമെന്നില്ല. അതിനൊരു സിലബസ് ഉണ്ട്, വ്യക്തമായ സിലബസ് ഉണ്ട്. പ്രിലിംസിന് സിലബസ് ഉണ്ട്, മെയിൻസിന് സിലബസ് ഉണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ, പേപ്പർ 1 കുറിച്ച് നമ്മൾ നേരത്തെ നമ്മൾ കണ്ടു കഴിഞ്ഞു. പേപ്പർ 2 എന്തൊക്കെ ഉണ്ടെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി മെയിൻസിനെ കുറിച്ചാണെങ്കിൽ മെയിൻസിന്റെ സിലബസ് ആണിത്. ഓക്കെ, മെയിൻസിനെ കുറിച്ചാണെങ്കിൽ കൂടി നമ്മൾ പേപ്പർ 1 എസ് ആണ്. എസ് എക്ക് കറണ്ട് അഫയേഴ്സിൽ നിന്ന് കൂടുതൽ ചോദ്യം വരാം, എവിടെ നിന്നാണെങ്കിലും വരാം. പക്ഷെ അതെല്ലാം നമുക്ക് ഈ സിലബസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് മാത്രമേ വരുള്ളൂ. ഓക്കെ, അടുത്തത് പേപ്പർ 2 ആണ്, ജനറൽ സ്റ്റഡീസ് 1, ഇന്ത്യൻ ഹെറിറ്റേജ്, കൾച്ചർ, ഹിസ്റ്ററി, ജോഗ്രഫി ഓഫ് ദ വേൾഡ് ആൻഡ് സൊസൈറ്റി. ഇതിനും താഴെ പറഞ്ഞിരിക്കുന്ന ഇത്രയും കാര്യങ്ങളിൽ നിന്ന് മാത്രമേ ക്വസ്റ്റ്യൻസ് വരുള്ളൂ. ആൻഡ് ഐ ക്യാൻ അഷ്വർ യു ദാറ്റ്. ആൻഡ് പേപ്പർ 3 ജനറൽ സ്റ്റഡീസ് ആണ്, ഗവേണൻസ്, കോൺസ്റ്റിറ്റ്യൂഷൻ, പോളിറ്റി, സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഇന്റർനാഷണൽ റിലേഷൻസ് ആണ്. അതിനും ഒരു പ്രിസ്ക്രൈബ്ഡ് സിലബസ് താഴെ കാണുന്നത് പോലെ ഉണ്ട്. അത് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, ഓൾസോ പേപ്പർ 4 that is GS3 ടെക്നോളജി, എക്കണോമിക് ഡെവലപ്മെന്റ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ഓക്കെ, അതിന്റെ സിലബസ് ആണ് ഈ താഴെ കൊടുത്തിരിക്കുന്നത്. ആൻഡ് പേപ്പർ 4 എത്തിക്സ്, ഇന്റഗ്രിറ്റി ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്. ഓക്കെ, പിന്നെ അടുത്ത വരുന്നത് 2 ഓപ്ഷണൽ പേപ്പേഴ്സ് ആണ്. ഓരോ ഓപ്ഷണൽസിനും അതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള സിലബസ് ഉണ്ട്. നിങ്ങൾ പേടിക്കേണ്ട. ഇനി ഓപ്ഷണൽസിന്റെ സിലബസ് ഇല്ല, അത് ഒരുപാട് പഠിക്കാനുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. അതിന് ഒരു പ്രിസ്ക്രൈബ്ഡ് സിലബസ് ഉണ്ട്. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, സോ ഓക്കെ, ഈ സിലബസിന്റെ കോപ്പി ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, പിന്നെ ഈ സിലബസ് ഇപ്പൊ സിലബസ് ഇത്രയും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് സിലബസിനകത്ത്. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ എവിടെ നോക്കിയാണ് നിങ്ങൾ പഠിക്കാനായിട്ട് പോകുന്നത്? ആർക്കെങ്കിലും അറിയാമോ? ഈ സിലബസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കി പഠിക്കാനുള്ള സോഴ്സ്, ഒരു ട്രസ്റ്റ് വർത്തി സോഴ്സ് ഏതാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ആനിജ പറയുന്നു NCERT എന്ന് പറയുന്നു. Anybody else? വെൽ, ഓക്കെ, അപ്പോൾ ആനിജ പറഞ്ഞിരിക്കുന്നത് കറക്റ്റ് ആണ്. NCERT തന്നെയാണ് സോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് നമ്മുടെ ഫസ്റ്റ് സ്ട്രാറ്റജിയിലോട്ട് പോവാം. And that is strategy number 1. How important is NCERT foundation for UPSC aspirants? Okay. എന്തുകൊണ്ട് NCERT-യിൽ ഒരു ഫൗണ്ടേഷൻ വേണമെന്ന് പറയുന്നു? ഫസ്റ്റ് തിങ്, വേറൊന്നുമല്ല, കൺസെപ്ച്വൽ ക്ലാരിറ്റി കിട്ടണമെങ്കിൽ NCERT തൊട്ട് വായിച്ചോണം. NCERT എന്ന് പറഞ്ഞാൽ നിങ്ങൾ പേടിക്കേണ്ട. CBSE സ്റ്റുഡൻസ് 6ാം ക്ലാസ് തൊട്ട് 12ാം ക്ലാസ് വരെ പഠിക്കുന്ന ബുക്സ് ആണ് NCERT ബുക്സ്. അവർ NCERT ബുക്സ് ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, വേറെ ഒന്നാണ്. അപ്പൊ കൺസെപ്ച്വൽ ക്ലാരിറ്റി കിട്ടണമെങ്കിൽ 6ാം ക്ലാസ് തൊട്ട് 12ാം ക്ലാസ് വരെയുള്ള ബുക്സ് നിങ്ങൾ വായിക്കാൻ മതിയാവും. ഓക്കെ, കാരണം 6ാം ക്ലാസ് തൊട്ട് വായിക്കുമ്പോൾ ബേസിക് കൺസെപ്റ്റ്സ് തൊട്ടാണ് തുടങ്ങുന്നത്. സോ നിങ്ങൾക്ക് നല്ലൊരു ബേസ് കിട്ടും. ഓക്കെ, അടുത്തതെന്ന് വെച്ചാൽ സിലബസ് കവറേജ്. ഞാൻ നേരത്തെ നിങ്ങളെ കാണിച്ചു, സിലബസ് കാണിച്ചിരുന്നു. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന സിലബസിലെ ലയൺ ഷെയർ NCERT ബുക്സ് കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ് അനദർ റീസൺ വൈ യു ഷുഡ് ഹാവ് എ ഫൗണ്ടേഷൻ ഇൻ NCERTs. ഓക്കെ, നെക്സ്റ്റ് ഈസ് ലാംഗ്വേജ് ആൻഡ് റൈറ്റിംഗ് സ്റ്റൈൽ. NCERT-യുടെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്റ്റാൻഡേർഡ് ആൻഡ് ലൂസിഡ് ടൈപ്പ്. ഏതൊരു ബിഗിനർക്ക് വേണമെങ്കിലും അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് NCERT ഡിസൈൻ ചെയ്തിരിക്കുന്നത്, എഴുതിയിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ്. നമ്മൾ GS-ന്റെ ഏത് ടോപ്പിക് എടുത്താലും, വെദർ ഇറ്റ് ബി ഹിസ്റ്ററി, ജോഗ്രഫി ഓർ ഇന്ത്യൻ പോളിറ്റി, അതിനെ എല്ലാം പ്രീ ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഒരു വ്യൂ പോയിന്റിൽ നിന്ന് വേണം നമ്മൾ തുടങ്ങാൻ. ഇപ്പോൾ ഹിസ്റ്ററി ആണെങ്കിൽ ഏൻഷ്യൻ ഹിസ്റ്ററി തൊട്ട് തുടങ്ങണം. ജോഗ്രഫി ആണെങ്കിൽ
എവല്യൂഷൻ ഓഫ് എർത്ത്, അതിന്റെ ജിയോമോർഫോളജി, അതിന്റെ പ്ലേറ്റ് ടെക്ടോണിക്സ് തുടങ്ങിയ ടോപ്പിക്സിൽ തുടങ്ങണം. പിന്നെ ഇന്ത്യൻ പോളിറ്റി ആണെങ്കിൽ കൂടി ഇൻഡിപെൻഡൻസിന് മുമ്പുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ഈ ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ് നിന്നൊക്കെ നമുക്ക് കാര്യങ്ങൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് NCERT ബുക്സ് വായിച്ചാൽ അതെല്ലാം കിട്ടും. ഓക്കെ. പിന്നുള്ളത് ഫണ്ടമെന്റൽ നോളജ്. ആസ് ഐ ടോൾഡ്, ഫണ്ടമെന്റൽ നോളജ് നിങ്ങൾക്ക് വേണം. അതിന് NCERT നിങ്ങൾ വളരെയധികം സഹായിക്കും. ബാലൻസ്ഡ് അപ്രോച്ച്. ബാലൻസ്ഡ് അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NCERT ഈസ് അൺബയാസ്ഡ്. ഇറ്റ് ഈസ് നോട്ട് ബയാസ്ഡ്, ദാറ്റ് ഈസ് അൺബയാസ്ഡ്. അത് ഇറ്റ് ഈസ് എ true and authentic source of information from which you can gain info and knowledge. Okay, so അതുകൊണ്ടാണ് NCERT ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാനുള്ള കാര്യം. ഓക്കെ, അപ്പൊ NCERT നിങ്ങൾ എന്തൊക്കെയാണ് NCERT ഏതൊക്കെയാണ് നിങ്ങൾ വായിച്ചിരിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും. See, these are the list of NCERT books which you need to follow. Starting from class 6, അതിന് എല്ലാ ടോപ്പിക്കും ഉണ്ട്. ജോഗ്രഫി ഉണ്ട്, ഹിസ്റ്ററി ഉണ്ട്, പോളിറ്റി ഉണ്ട്, ഇന്ത്യൻ എക്കോണമി ഉണ്ട്, സയൻസ് ഉണ്ട്. ഓക്കെ, ഓൾ ടുഗദർ 41 ബുക്സ് ആർ ദെയർ. 41 ബുക്സ് നിങ്ങൾ വായിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്ന ബുക്സ് എല്ലാം നിങ്ങൾ വായിച്ചിരിക്കണം. ഓക്കെ ഓക്കെ, അപ്പൊ ഇതാണ് NCERT-യുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയാൻ ഞാൻ കാര്യം. സോ അടുത്ത സ്ട്രാറ്റജിയിലോട്ട് പോവാം. അടുത്ത സ്ട്രാറ്റജി എന്ന് പറയുന്നത് സബ്ജക്ട് നോളജ് ആണ്. യു ഷുഡ് ഗെറ്റ് എ ഗുഡ് ഗ്രിപ്പ് ഓൺ സബ്ജക്ട് നോളജ്. ഓക്കെ, സബ്ജക്ട് നോളജ് ഏതൊക്കെ ടോപ്പിക്സിലാണ് നിങ്ങൾക്ക് കിട്ടേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ അവയർനെസ്, ഹിസ്റ്ററി, ജോഗ്രഫി, പോളിറ്റി, എക്കോണമി, സൊസൈറ്റി ആൻഡ് ടെക്നോളജി, എൻവയോൺമെന്റ് ആൻഡ് എക്കോളജി, സൊസൈറ്റി ആൻഡ് സോഷ്യൽ ഇഷ്യൂസ്, ഓപ്ഷണൽ സബ്ജക്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇത് വരുത്തേണ്ടത്. ഓക്കെ, സോ സബ്ജക്ട് നോളജ് വരുത്താനാണെങ്കിൽ ഇപ്പൊ ഹിസ്റ്ററിക്ക് ആണെങ്കിൽ ഹിസ്റ്ററിയിൽ ആർട്ട് ആൻഡ് കൾച്ചർ, ഹിസ്റ്ററി ആണെങ്കിൽ സ്പെക്ട്രം എന്ന ബുക്കുണ്ട്. ആർട്ട് ആൻഡ് കൾച്ചറിലാണെങ്കിൽ നിതിൻ സിംഗാനിയുടെ ബുക്കുണ്ട്. ജോഗ്രഫിയിലാണെങ്കിൽ ഗോച്ചങ് ലിയോങ് ഉണ്ട്. പോളിറ്റിയിലാണെങ്കിൽ ലക്ഷ്മികാന്ത് ഉണ്ട്. എക്കണോമിക്സിലാണെങ്കിൽ രമേഷ് സിംഗ് ഉണ്ട്. പിന്നെ അതുപോലെ ലൈക്ക് എൻവയോൺമെന്റിലാണെങ്കിൽ ശങ്കർ ഗണേഷ് കറുപ്പയുടെ ഉണ്ട്, ബുക്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതുപോലുള്ള ഒരുപാട് സ്റ്റാൻഡേർഡ് ബുക്സ് ഉണ്ട്. പിന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ബുക്സും ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ടോപ്പ് നോച്ച് ഇത്രയും ബുക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ പോളിറ്റി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഗവേണൻസ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്, ഏൻഷ്യന്റ് ആൻഡ് മിഡീവൽ ഇന്ത്യ, ഹിസ്റ്ററി ഓഫ് മോഡേൺ ഇന്ത്യ, ഹിസ്റ്ററി ഓഫ് മോഡേൺ വേൾഡ്, പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ, വേൾഡ് ജോഗ്രഫി, അതിന് ഫിസിക്കൽ ജോഗ്രഫി ഉണ്ട്, ജോഗ്രഫി ഓഫ് ഇന്ത്യ ഉണ്ട്, ഇന്റർനാഷണൽ ഇഷ്യൂസ് ഉണ്ട്, ബൈലാറ്ററൽ ഇഷ്യൂസ്. ഇത് രണ്ടും ഒരേപോലത്തെ ടോപ്പിക്സ് ആണ്. ദെൻ ഇന്റേണൽ സെക്യൂരിറ്റി, ഇന്ത്യൻ എക്കോണമി, സോഷ്യൽ ഇഷ്യൂസ്, എത്തിക്സ്, ഇന്റഗ്രിറ്റി ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്, മെന്റൽ എബിലിറ്റി, 2 ബുക്സ് ഉണ്ട്. ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷൻ ഉണ്ട്. ഇത് പേപ്പർ 2 ആണ്. പ്രിലിംസിന്റെ ജനറൽ സയൻസ്, ലൈഫ് സയൻസ് ആൻഡ് മെഡിക്കൽ ആപ്ലിക്കേഷൻ, എക്കോളജി, എൻവയോൺമെന്റ്, സയൻസ് ആൻഡ് ടെക്നോളജി, എസ്സേ റീഡിംഗ്. അപ്പൊ ഇത്രയും ബുക്സ് നമ്മൾ സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് സ്ട്രാറ്റജി. സോ സബ്ജക്ട് നോളജ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. ഇപ്പൊ NCERT-യും നിങ്ങൾ വായിച്ചു, സബ്ജക്ട് നോളജിൽ ഒരു ഗ്രിപ്പ് ഉണ്ടായെന്ന് വിചാരിച്ചോളൂ. ബട്ട് without the third strategy, all these informations may go futile. And what is the third strategy? എന്താണ് third strategy? Then their third strategy ആണ് mentorship ഇമ്പോർട്ടൻസ് കാണിക്കുന്നത്. Okay, how mentorship plays a key role in moderating your training. Okay, നമ്മൾ എന്ത് പഠിച്ചാലും അതിന് പ്രോപ്പറായിട്ടുള്ള ഡയറക്ഷനോട്ട് ഗൈഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ all will go to waste. Okay, നമ്മൾ എന്ത് പഠിക്കണം, എന്തൊക്കെ പഠിക്കണം, എന്ത് പഠിക്കണ്ട തുടങ്ങിയ കാര്യങ്ങൾ നമുക്കൊരു മെന്ററിൽ നിന്ന് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, ബിക്കോസ് ഹി ഈസ് സ്റ്റേയിങ് വെരി ക്ലോസ് ടു ദി എക്സാം പാറ്റേൺ. അടുത്തത് പേഴ്സണലൈസ്ഡ് സപ്പോർട്ടാണ്. അടുത്തൊരു റീസൺ. നമ്മൾ എല്ലാവരും ഓരോ രീതിയിലാണ് നമ്മുടെ ക്യാരക്ടർ, നമ്മൾ പഠിക്കുന്നതും ഓരോ രീതിയിലായിരിക്കും. ഇപ്പൊ തന്നെ ഈ ഗ്രൂപ്പിൽ ഇപ്പോൾ 5 പേരുണ്ട്. ഈ 5 പേര് ഇൻക്ലൂഡിങ് മീ 5 പേരും 5 രീതിയിലായിരിക്കും പഠിക്കുന്നത്. സോ ഓരോരുത്തരുടെ രീതിക്ക് അനുസരിച്ചുള്ള ഒരു പേഴ്സണലൈസ്ഡ് സപ്പോർട്ട് കൊടുക്കണമെങ്കിൽ അത് മെന്ററിനെ പറ്റുള്ളൂ. ഓക്കെ, സോ പേഴ്സണലൈസ്ഡ് സപ്പോർട്ടാണ് അനദർ റീസൺ വൈ മെന്റർഷിപ്പ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അടുത്തത് മോട്ടിവേഷൻ ആൻഡ് ഇൻസ്പിറേഷൻ. നമ്മൾ മെന്റർഷിപ്പിലൂടെ നമ്മൾ പഠിക്കുകയും ചെയ്യും, ടെസ്റ്റുകൾ കൊടുക്കും, വീണ്ടും പഠിക്കാൻ ശ്രമിക്കുക. ഈ സമയത്തൊക്കെ നമ്മൾ ചിലപ്പോൾ ഡൗൺ ആയി പോകും. കാര്യം നമ്മൾ ടെസ്റ്റ് കൊടുക്കുമ്പോൾ ചിലപ്പോൾ മാർക്ക് കുറയും, നമ്മൾ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ പഠിക്കാനായിട്ട് പറ്റുന്നില്ല, പഠിച്ചത് ചിലപ്പോൾ മറന്നു പോകുന്നു, നമുക്ക് റീകോൾ ചെയ്യാൻ പറ്റുന്നില്ല, തുടങ്ങി പല കാര്യങ്ങളും നമുക്ക് വരും. അത് കാരണം നമ്മൾ ഡൗൺ ആയി പോകും. ബട്ട് ആ ടൈമിലൊക്കെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് ഇൻസ്പയർ ചെയ്ത് തിരിച്ച് ട്രാക്കിലോട്ട് കൊണ്ടുവന്ന ജോലി മെന്ററിൻ്റെതാണ്. അത് ആ മെന്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ വളരെ ഭംഗിയായിട്ട് സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഫീഡ്ബാക്ക് ആൻഡ് അസസ്മെന്റ്.
നമ്മൾ പഠിക്കുന്നതനുസരിച്ച് ടൈം ടു ടൈം ഫീഡ്ബാക്കും അസസ്മെന്റും നമ്മൾ വാങ്ങിച്ചിരിക്കണം മെന്ററിന്റെ കയ്യിൽ നിന്ന്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് ഈസ് ഇമോഷണൽ സപ്പോർട്ട്. ഇമോഷണൽ സപ്പോർട്ട് മീൻസ് ഈ നമ്മളെ പ്രിപ്പറേഷൻ എന്ന് പറയുന്ന ഒരു ഇയർ ലോങ് പ്രിപ്പറേഷൻ ആണ്. ആ ടൈമിനുള്ളിൽ നമുക്ക് പല രീതിയിലുള്ള സെറ്റ് ബാക്സ് വരാം, ഫാമിലി ഇഷ്യൂസ് വരാം, പേഴ്സണൽ ഇഷ്യൂസ് വരാം, ഒക്കെ പഠിക്കുന്നതിൽ ഉള്ള ബുദ്ധിമുട്ട് വരാം. ഈ സമയത്തൊക്കെ നമുക്കൊരു ഇമോഷണൽ സപ്പോർട്ടായിട്ട് മാറാൻ മെന്റർക്ക് സാധിക്കും. ഓക്കെ. സോ അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ വേണം മെന്ററായിട്ട് ഇരിക്കാൻ. ദെൻ നെക്സ്റ്റ് ഈസ് നെറ്റ്വർക്കിംഗ് ആൻഡ് റിസോഴ്സസ്. ഓക്കെ. നെറ്റ്വർക്കിംഗ് ആൻഡ് റിസോഴ്സസ് എന്ന് പറയുമ്പോൾ നമുക്ക് പല റിസോഴ്സസിൽ നിന്ന് നമ്മൾ ഇൻഫർമേഷൻ എടുക്കേണ്ടതുണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളത് മെന്ററിന്റെ ഗൈഡൻസിലൂടെ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. നമ്മൾ ആവശ്യമില്ലാത്ത ഒരു സോഴ്സിൽ നിന്ന് പോയി ഇൻഫർമേഷൻ ചൂസ് ചെയ്തത്. അപ്പോൾ നമുക്ക് എന്ത് പഠിക്കണം, എന്ത് പഠിക്കണ്ട എന്നുള്ള ഇൻഫർമേഷൻ തരാനായിട്ട് മെന്ററിന് സാധിക്കും. അതുപോലെ തന്നെ മെന്റർ ഒരുപാട് കുട്ടികൾക്ക് മെന്ററിങ് കൊടുക്കുന്നത് കൊണ്ട് ഏതൊക്കെ കുട്ടി ഏതൊക്കെ ഏരിയാസിൽ സ്ട്രോങ് ആണ്, വീക്ക് ആണെന്നുള്ള കാര്യം അറിയാൻ പറ്റും. ആ ഇൻഫർമേഷൻ നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഈ വീക്ക് ആയിട്ടുള്ള ഏരിയയിൽ സ്ട്രോങ് ആയിട്ടുള്ള ആളിനെ പോയി കണ്ടെത്തി അവരുമായിട്ട് ചർച്ച ചെയ്ത് നമ്മളെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ നമ്മളെ പ്രിപ്പറേഷൻ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് അത് വളരെയധികം ഹെൽപ്പ് ചെയ്യും വിത്തൗട്ട് ലൂസിങ് ടൈം. ഓക്കെ. സോ ഇതൊക്കെ ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് മെന്റർഷിപ്പ് ഒരു ഇമ്പോർട്ടൻ്റ് റോള് നമ്മുടെ പ്രിപ്പറേഷനിൽ വരുന്നത്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് ഈസ് ഇത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു മെന്ററിങ് സെഷൻ ആണ്. നമുക്ക് 1 to many ഉണ്ട്, 1 to 1 ഉണ്ട് മെന്ററിങ് സെഷൻ. ഇതൊരു 1 to many സെഷൻ ആണ്. ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസിന്റെ ഒരു സെഷനാണ്. ഓക്കെ. നമ്മുടെ മെന്റർ കുട്ടികൾക്ക് ഗൈഡൻസ് കൊടുക്കുന്ന പ്രോഗ്രാമാണ്. നെക്സ്റ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഓക്കെ ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ്. സോ നമുക്ക് NCERT പഠിച്ച സബ്ജക്ട് നോളജ് ഉണ്ട്, മെന്റർ ഉണ്ട്. ഈ 3 കാര്യം പ്രോപ്പറായിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഷുഡ് ഗോ ഫോർ ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ്. ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് മെയിനായിട്ട് നിങ്ങൾക്ക് ആവശ്യം വരുന്നത് മെയിൻസ് പരീക്ഷയിലാണ്. മെയിൻസിലാണ് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ആൻസേഴ്സ് ഉള്ളത്. അപ്പോൾ അത് എന്തുകൊണ്ട് പ്രാക്ടീസ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ ഈസ് ഫെമിലിയറിറ്റി വിത്ത് എക്സാം പാറ്റേൺ. എക്സാം പാറ്റേണുമായിട്ട് ഫെമിലറൈസ് ചെയ്യണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ചിട്ട് നിങ്ങൾ അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഫെമിലറൈസ് ചെയ്തിട്ട് അതിന് ആൻസേഴ്സ് കൊടുക്കാനായിട്ട് ശ്രമിക്കണം. ഓക്കെ. നെക്സ്റ്റ് ഈസ് ടൈം മാനേജ്മെന്റ്. ഞാൻ നേരത്തെ പറഞ്ഞു ഒരു GS പേപ്പറിൽ 20 ചോദ്യങ്ങൾ ചോദിക്കും. അത് ഈ കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ടൈം എന്ന് പറയുന്നത് 3 hours. ഓക്കെ. ഈ 3 hours നിങ്ങൾ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദ്യങ്ങളെല്ലാം അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ഒരു ചോദ്യം എടുക്കുമ്പോൾ നിങ്ങൾ ആ ചോദ്യം വായിക്കണം. ആ ചോദ്യം എന്താണെന്ന് മനസ്സിലാക്കിയെടുക്കണം. എന്താണ് നിങ്ങളിൽ നിന്ന് അത് എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം. പിന്നെ ചോദ്യത്തിനുള്ള ഉത്തരം ഫ്രെയിം ചെയ്യണം, അതിന് കണ്ടന്റ് നിറയ്ക്കണം, അത് എഴുതണം. അപ്പോൾ ഒരു ആൻസറിനാണെങ്കിൽ ഒരു ഇൻട്രൊഡക്ഷൻ വേണം, ഒരു ബോഡി വേണം, ഒരു കൺക്ലൂഷൻ വേണം, പിന്നെ 4മതൊരു പാർട്ടും കൊണ്ടുണ്ട്. അതാണ് വേ ഫോർവേഡ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. വേ ഫോർവേഡ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചോദ്യത്തിന് അല്ലെങ്കിൽ ഈ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഇഷ്യൂവിന് നിങ്ങളുടെ സജഷൻ എന്താണ്, നിങ്ങൾ എന്താണ് സജസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഇഷ്യൂ ഇനി ഭാവിയിൽ ഉണ്ടാവാതിരിക്കണം, റിപ്പീറ്റ് ചെയ്തിരിക്കണമെങ്കിൽ നിങ്ങളുടെ സജഷൻ എന്താണ്, അതാണ് വേ ഫോർവേഡ് സ്റ്റേറ്റ്മെന്റ്സ്. അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ നിങ്ങൾ വളരെയധികം ചിന്തിച്ച് അതിന് സമയമെടുത്ത് എഴുതണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു റൈറ്റ് വിത്തിൻ ദ പ്രിസ്ക്രൈബ്ഡ് ടൈം ലിമിറ്റ്. ഓക്കെ. മെയിൻസിന്റെ ഒരു ക്വസ്റ്റ്യൻ എഴുതാൻ നിങ്ങൾ കിട്ടുന്ന സമയം ഇറ്റ് ഈസ് ലെസ് ദാൻ 7 minutes ഓൺ ആൻ ആവറേജ്. അപ്പോൾ അത് 7 minutesനുള്ളിൽ ഇത്രയും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ഷുഡ് ഹാവ് പ്രാക്ടീസ്. നിങ്ങൾ ആദ്യത്തെ തവണ എഴുതുമ്പോൾ ഡെഫിനറ്റ്ലി യു വിൽ ക്രോസ് 7 minutes, മേ ബി 10 minutes. ബട്ട് വിത്ത് പ്രാക്ടീസ് യു ക്യാൻ ബ്രിങ് ഡൗൺ ദ ടൈം. നിങ്ങൾക്ക് സമയം കുറച്ച് കൊണ്ടുവരാൻ പറ്റും. നിങ്ങൾക്ക് വളരെയധികം ഭംഗിയോടുകൂടി ആൻസേഴ്സ് കൊടുക്കാനും പറ്റും. ഓൺലി ഇഫ് യു പ്രാക്ടീസ്. അതാണ് ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ്. നെക്സ്റ്റ് പോയിന്റ് ഈസ് ക്ലാരിറ്റി ആൻഡ് കൺസൈസ്നെസ്. നമ്മളെല്ലാവരും കോളേജിൽ പഠിച്ച ആളുകളാണ്. കോളേജിൽ പഠിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ പരീക്ഷയ്ക്ക് ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അതിൻ്റെ ഇൻട്രൊഡക്ഷൻ വളരെ ഭംഗിയായിട്ട് എഴുതും. ലോകത്ത് ആരും എഴുതാത്ത പോലെ എഴുതും. അടുത്ത പാരഗ്രാഫോട്ട് നമ്മൾ ഗ്യാസ് അടിച്ച് വയ്ക്കും. കാര്യം നമുക്കറിയില്ല. ഇറ്റ്സ് നോട്ട് എ ഫോൾട്ട്, നോട്ട് യുവർ ഫോൾട്ട്, നോട്ട് അവർ ഫോൾട്ട്. ഇറ്റ് ഹാപ്പൻസ് സംടൈംസ്. പക്ഷേ UPSCയിൽ ഗ്യാസ് അടിക്കാൻ പറ്റില്ല. ബി പ്രിസൈസ് ആൻഡ് ടു ദ പോയിന്റ്. അതാണ് UPSCയുടെ പോളിസി. ഓക്കെ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസേഴ്സ് കണ്ടന്റ് റിച്ച് ആണെങ്കിൽ, നിങ്ങൾ ആൻസർ എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ സബ്സ്റ്റൻസ് ഉണ്ടെന്ന് എക്സാമിനറിന് തോന്നണമെന്നുണ്ടെങ്കിൽ ക്ലാരിറ്റി ആൻഡ് കൺസൈസ്നെസ് കൂടിയിട്ടുള്ള ആൻസേഴ്സ് വേണം നിങ്ങൾ കൊടുക്കാൻ. ആൻഡ് ദാറ്റ് യു ക്യാൻ ഡു ഓൺലി വിത്ത് പ്രാക്ടീസ്, ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ്. ഓക്കെ. നെക്സ്റ്റ് പോയിന്റ് ഇസ് അനലിറ്റിക്കൽ ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ്. ഓക്കെ. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ വേ ഫോർവേഡ് സ്റ്റേറ്റ്മെന്റ്സിന്റെ പ്രസക്തി വരുന്നത്.
വേ ഫോർവേഡ് സ്റ്റേറ്റ്മെന്റ്സ് വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് എഴുതി ഫലിപ്പിക്കണമെന്നുണ്ടെങ്കിൽ യു ഷുഡ് ഹാവ് അനലിറ്റിക്കൽ ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ്. ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിന് വളരെയധികം അനലൈസ് ചെയ്ത് ക്രിട്ടിക്കലായിട്ട് തിങ്ക് ചെയ്താൽ മാത്രം വേ ഫോർവേഡ് സ്റ്റേറ്റ്മെന്റ്സ് നിങ്ങൾക്ക് വരുള്ളൂ. ദാറ്റ് ടു വിത്ത് ഓൺലി പ്രാക്ടീസ് യു ക്യാൻ ഡെവലപ്പ് ദാറ്റ് സ്കിൽ. ഓക്കെ, അടുത്തത് റിട്ടൻഷൻ ആൻഡ് റീകോൾ. അതായത് നിങ്ങൾ ഒരുപാട് പഠിച്ചു, നിങ്ങൾ NCERT പഠിച്ചു, സബ്ജക്ട് നോളജ് ഉണ്ട്, എല്ലാം ഉണ്ട്. ബട്ട് യു ഹാവ് ടു റീകോൾ വാട്ട് എവർ യു ഹാവ് ലേൺഡ്. നിങ്ങൾ പഠിച്ചത് എന്തൊക്കെയാണെങ്കിലും അത് നിങ്ങൾക്ക് റിട്രീവ് ചെയ്ത് നിങ്ങൾ എടുക്കേണ്ട സമയത്ത് എടുത്താൽ മാത്രമല്ല അതുകൊണ്ട് പ്രയോജനമുള്ളൂ. അതും കൂടെ ചെക്ക് ചെയ്യും UPSC. സോ റിട്ടൻഷൻ ആൻഡ് റീകോൾ ഈസ് വൺ തിങ് യു ഹാവ് ടു ഫോക്കസ് ഓൺ. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ഷുഡ് പ്രാക്ടീസ്. നെക്സ്റ്റ് ഈസ് സെൽഫ് ഇവാലുവേഷൻ ആൻഡ് ഇംപ്രൂവ്മെന്റ്. ഒരു ഉത്തരം നിങ്ങൾ എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്, ഏത് പൊസിഷനിലാണ് നിൽക്കുന്നത്. നിങ്ങളെ ബെഞ്ച് മാർക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, അപ്പോൾ ഒരു ഉത്തരം എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാനും പറ്റും. ഓക്കെ, ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ആ ഇമ്പ്രൂവ്മെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ഷുഡ് ഡു ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ്. നെക്സ്റ്റ് ഈസ് എക്സാം സിമുലേഷൻ. എക്സാം സിമുലേഷൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ലൈക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രിലിംസിന് ഒരു മെയിൻസിന്റെ ക്വസ്റ്റ്യൻ എടുത്ത് വെച്ചിട്ട് 3 മണിക്കൂർ സെറ്റ് ചെയ്തിട്ട് യു ഷുഡ് സ്റ്റാർട്ട് ഗിവിംഗ് ദ ആൻസേഴ്സ്. Make sure you complete you attend all the questions within 3 hours. Okay, time to time you keep on practicing. You appear for all the questions within the prescribed time, and you can do that only with regular practice. Okay, so that is strategy number 4. And next strategy is current affairs is the key to civil services. Okay, അപ്പോൾ കറണ്ട് അഫയേഴ്സ് എങ്ങനെയാണ് സിവിൽ സർവീസിന്റെ ഒരു കീ ഫാക്ടർ ആവുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ കറണ്ട് അഫയേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കറണ്ട് അഫയേഴ്സ് കിട്ടുന്നതിന് ഉള്ള ഏറ്റവും നല്ല സോഴ്സ് ഏതാണെന്ന് ഒന്ന് പറയാമോ? ചാറ്റ് ബോക്സിൽ എല്ലാവരും ഒന്ന് ചാറ്റ് ചെയ്യൂ പ്ലീസ്. ചാറ്റ് ബോക്സിൽ എല്ലാവരും ഒന്ന് ചാറ്റ് ചെയ്യൂ. പ്ലീസ് ചാറ്റ്. ശ്രീപ്രിയ പറയുന്നു ന്യൂസ് പേപ്പർ. ഓക്കെ, നീമ, അനീഷ, ആനിജ, പത്മൻ, നിങ്ങളുടെ ഉത്തരങ്ങൾ എന്താണെന്ന് പറയൂ. ആനിജ പറയുന്നു ന്യൂസ് പേപ്പർ. നിമ ആൻഡ് അനീഷ, നിങ്ങളുടെ ഉത്തരം എന്താണ്? ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ ഉത്തരവ് ന്യൂസ് പേപ്പർ എന്ന് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, എക്സാക്ട്ലി കറക്റ്റ് ആണ്. ന്യൂസ് പേപ്പർ തന്നെയാണ് കറണ്ട് അഫയേഴ്സിന്റെ ഏറ്റവും നല്ല സോഴ്സ്. പക്ഷെ ന്യൂസ് പേപ്പറിനകത്ത് ഒരുപാട് ന്യൂസ് വരുന്നുണ്ടല്ലോ. ഈ ന്യൂസ് എല്ലാം നമ്മൾ വായിക്കണോ? ഈ ന്യൂസ് എല്ലാം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ന്യൂസ് പേപ്പർ 1 മണിക്കൂർ കൊണ്ടൊക്കെ വായിച്ചെടുക്കാൻ പറ്റുമോ? ഒരു സിവിൽ സർവീസ് ആസ്പിറന്റ് 1 മണിക്കൂർ ഉപയോഗിച്ച് 1 മണിക്കൂർ മാത്രം എടുത്ത് ന്യൂസ് പേപ്പർ വായിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഏതൊക്കെ ന്യൂസ് ആണ് വായിക്കേണ്ടത് എന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? ഒന്ന് ചാറ്റ് ബോക്സിൽ ചാറ്റ് ചെയ്യാമോ? ഏതൊക്കെ ന്യൂസാണ് നമ്മൾ വായിക്കേണ്ടത് എന്ന് നമ്മൾ എങ്ങനെ തീരുമാനിക്കും? ആ സോഴ്സിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആരെങ്കിലും ഒരാളെ ചാറ്റ് ചെയ്യാമോ? വാട്ട് എവർ ഇറ്റ് മേ ബി യു ക്യാൻ ടെൽ. ഷുഡ് ഹാവ് ക്ലിയർ. ശ്രീപ്രിയ പറയുന്നു ഷുഡ് ഹാവ് ക്ലിയർ നോളജ് അബൌട്ട് സിലബസ് ആൻഡ് ന്യൂസ് റിലേറ്റഡ്. എക്സാക്ട്ലി കറക്റ്റ് ആണ്. ശ്രീപ്രിയ പറയുന്നത് വളരെ കറക്റ്റ് ആണ്. ഓക്കെ, ഗുഡ് ശ്രീപ്രിയ. അതായത് നമ്മുടെ സിലബസിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് ആ ടോപ്പിക്സോട് റിലേറ്റ് ചെയ്ത കറണ്ട് അഫയേഴ്സ് ന്യൂസിൽ വന്നാൽ മാത്രം നമ്മൾ അത് നോട്ട് ചെയ്ത് നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചാൽ മതി. ഓക്കെ, ഓക്കെ ആണല്ലോ? അത് നമ്മൾ പഠിച്ചാൽ മതി. അപ്പൊ വേറെ ഒരു കാര്യം പുറത്തുനിന്ന് നമ്മൾ പഠിക്കേണ്ടതില്ല. സിലബസിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് മാത്രം നമ്മൾ വായിച്ചെടുക്കുക. പിന്നെ ഉള്ളത് ഡൈനാമിക് നേച്ചർ ഓഫ് ദി എക്സാം ആണ്. ഓക്കെ, ഡൈനാമിക് നേച്ചർ ഓഫ് ദി എക്സാം. കാരണം നമ്മുടെ കറണ്ട് അഫയേഴ്സ് എപ്പോഴും മാർക്ക് കൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ 2024 പ്രിലിംസ് എക്സാമിന് ചോദിച്ചിരിക്കുന്ന കറണ്ട് അഫയേഴ്സിൽ 2022 കറണ്ട് അഫയേഴ്സ് വരില്ല. ഓക്കെ, 2024 കറണ്ട് അഫയേഴ്സിന് 2019 കറണ്ട് അഫയേഴ്സ് ചോദിക്കില്ല. പിന്നെ ഏതാണ് ചോദിക്കുന്നത്? ഒരു ഫെബ് 2023 തൊട്ട് ഒരു മാർച്ച് ഏപ്രിൽ 2024 വരെയുള്ള കറണ്ട് അഫയേഴ്സ് മാത്രമേ ചോദിക്കുള്ളൂ.
ഓക്കെ, കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ കറണ്ട് ആയിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. സോ യു നീഡ് ടു നോ ദാറ്റ്. നിങ്ങൾ ഇതിന് മുമ്പുള്ള കറണ്ട് അഫയേഴ്സ് പഠിക്കേണ്ട ആവശ്യമില്ല, അതോർത്ത് ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾ റീസെന്റ് ആയിട്ടുള്ള ഒരു 1 to 1.5 years സ്പാനിലുള്ള കറണ്ട് അഫയേഴ്സ് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് ഇത് പോയിന്റ് എന്ന് പറയുന്നത് ലിങ്കിങ് സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് ആസ്പെക്ട്സ്. ഓക്കെ, അപ്പോൾ ഇന്നലെ ഒരു ന്യൂസ് വന്നു, ഒരു ചീറ്റ, ഒരു നാഷണൽ പാർക്കിലെ ഒരു ചീറ്റ ചത്തുപോയ ന്യൂസ് ഇന്നലെ ഹിന്ദു ന്യൂസ് പേപ്പർ ഉണ്ടായിരുന്നു. ആരെങ്കിലും ആ ന്യൂസ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആരെങ്കിലും ആ ന്യൂസ് ശ്രദ്ധിച്ചായിരുന്നോ? ഒരു ചീറ്റ ചത്തുപോയി. അല്ലെങ്കിൽ ഒരാഴ്ചക്ക് മുമ്പ് കുനോ നാഷണൽ പാർക്കിലെ ഒരു ചീറ്റ ചത്ത ഒരു വാർത്ത വന്നിരുന്നു. അതാരെങ്കിലും ശ്രദ്ധിച്ചിരുന്നോ? സേ യെസ് ഓർ നോ? നോ. ശ്രീപ്രിയ പറയുന്നു നോ. ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ യെസ് പറയാം. കറണ്ട് അഫയേഴ്സ് എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടതെന്നുള്ള കാര്യമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ഓക്കെ ഓക്കെ, അപ്പം നമുക്ക് അതിലേക്ക് നോക്കാം. അപ്പോൾ ഇന്നലെ ഒരു വാർത്ത വന്നിരുന്നു. അതിനു മുമ്പ് ഒരാഴ്ചക്ക് മുമ്പും വേറൊരു വാർത്ത വന്നിരുന്നു. അപ്പോൾ ഇന്നലത്തെ നമ്മൾ കൂട്ടിയ രണ്ടാമത്തെ ചീറ്റയാണ് ചാവുന്നത്. ഓക്കെ, അത് ഹിന്ദു ന്യൂസ് പേപ്പറിൽ വന്ന വാർത്തയാണ്. ഒരു 3-4 മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുറെ ചീറ്റകളെ ഒരു നാഷണൽ പാർക്കിലൂടെ തുറന്നുവിട്ട വാർത്ത എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ട്? അതിനൊന്ന് കമന്റ് ചെയ്യാമോ? അതൊന്ന് കമന്റ് ചെയ്യാമോ? യെസ് ഓർ നോ കൊടുത്താൽ മതി. യെസ് ഓർ നോ എന്തുവേണേ കൊടുക്കാം. കമോൺ, ആനിജ, അനീഷ, നിമ, ശ്രീപ്രിയ. യെസ് ഓർ നോ ഇതിൽ ഏതെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്യാം. ചാറ്റ് ബോക്സിൽ കൊടുക്കൂ. ആനിജ പറയുന്നു നോ പറയുന്നു. ബാക്കിയുള്ളവരൊക്കെ നിമ നോ പറയുന്നു. ഓക്കെ, സോ അപ്പോൾ അങ്ങനെ ഒരു വാർത്ത വന്നിരുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി നമ്മുടെ കുനോ നാഷണൽ പാർക്കിലേക്ക് ഒരു 20ഓളം ചീറ്റാസിനെ റിലീസ് ചെയ്തിരുന്നു. അത് സൗത്ത് ഈസ്റ്റ് ആഫ്രിക്കയിൽ നിന്ന് വന്നതാണ്. 12 നമീബിയയിൽ നിന്നും 8 സൗത്ത് ആഫ്രിക്കയിൽ നിന്നുമാണ് കൊണ്ടുവന്നത്. ഓക്കെ, അങ്ങനെ ഒരു വാർത്ത വന്നിരുന്നു. അത് 3-4 മാസങ്ങൾക്ക് മുമ്പാണ്. പക്ഷേ ഇപ്പൊ റീസെന്റ് ആയിട്ട് വരുന്ന വാർത്തകൾ ഇതാണ്. അന്ന് റിലീസ് ചെയ്ത ചീറ്റാസിലാണ് ഇപ്പം ചത്തതായിട്ട് ഉള്ള ന്യൂസ് വന്നിരിക്കുന്നത്. ഓക്കെ, സോ ഓൾ ദീസ് ന്യൂസ് ആർ ഇന്റർകണക്റ്റഡ്. സോ ഒരു ന്യൂസ് വന്നു കഴിഞ്ഞാൽ അതുമായിട്ട് മുമ്പ് നടന്നൊരു സംഭവമായിട്ട് ഇന്റർകണക്ട് ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. ഓക്കെ, അതാണ് ലിങ്കിങ് സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് ആസ്പെക്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് പറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ലോസ് ആയിട്ട് കറണ്ട് അഫയേഴ്സ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മളപ്പോൾ ഇതിനെ ചീറ്റയെ കുറിച്ച് ആണ് നമ്മളെ ന്യൂസ് വന്നത്. അപ്പോൾ ഈ ചീറ്റ ഏത് നാഷണൽ പാർക്കിലാണ് കണ്ടെത്തിയത്, ചത്തതായിട്ട് കണ്ടെത്തിയത്? കുനോ നാഷണൽ പാർക്ക്. ഓക്കെ, കുനോ, അതായത് ഈ വാർത്ത ശ്രദ്ധിച്ചാൽ അറിയാം, ചീറ്റ ഡെത്ത്സ് അറ്റ് കുനോ നാഷണൽ പാർക്ക്. അപ്പൊ കുനോ നാഷണൽ പാർക്ക് എന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ നോട്ടീസ് ചെയ്തു. അപ്പൊ ഈ കുനോ നാഷണൽ പാർക്ക് ഇന്ത്യയിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആർക്കെങ്കിലും അറിയാമോ? കുനോ നാഷണൽ പാർക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് അറിയാമോ? ചാറ്റ് ബോക്സിൽ ചാറ്റ് ചെയ്യൂ. ഓക്കെ, ഞാൻ പറയാം. കുനോ നാഷണൽ പാർക്ക് മധ്യപ്രദേശിലാണ് കുനോ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചീറ്റയെ കുറിച്ച് പഠിച്ചപ്പോൾ ഈ നാഷണൽ പാർക്കിനെ കുറിച്ച് നോക്കി. നാഷണൽ പാർക്ക് എവിടെയാണെന്നും കൂടി നമ്മളിപ്പോൾ പഠിച്ചു. അപ്പോൾ ഈ നാഷണൽ പാർക്കിന് കുനോ നാഷണൽ പാർക്ക് എന്ന പേര് കിട്ടാനുള്ള കാര്യം എന്താണ്? കുനോ നാഷണൽ പാർക്കിന് ഈ കുനോ എന്ന പേര് കിട്ടാനുള്ള കാര്യം എന്താണ്? അത് അവിടുത്തെ ഒരു ഡിസ്ട്രിക്റ്റ് ആണോ, അവിടുത്തെ ഒരു പ്ലേസ് ആണോ, ചെറിയ പ്ലേസ് ആണോ? എന്താണ് കുനോ എന്ന് പറയുന്നത്? ആർക്കെങ്കിലും അറിയാമോ? ഓക്കെ, അപ്പൊ ഞാൻ തന്നെ പറയാം. കുനോ എന്ന് പറയുന്നത് ഈ നാഷണൽ പാർക്കിന്റെ നടുവിലൂടെ ഒഴുകുന്ന നദിയുടെ പേരാണ് കുനോ. ഓക്കെ, കുനോ എന്ന് പറയുന്നത് ഈ നാഷണൽ പാർക്കിന്റെ നടുവിലൂടെ ഒരു നദി ഒഴുകുന്നുണ്ട്, അതിന്റെ പേരാണ് കുനോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു നദിയെക്കുറിച്ച് പഠിച്ചു. അപ്പൊ നദിയെക്കുറിച്ച് പഠിക്കുമ്പോൾ ഈ നദി എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എവിടെയാണ് പോയി എൻഡ് ചെയ്യുന്നത്? അങ്ങനെ നോക്കുമ്പോൾ ഈ നദി കുനോ റിവർ സ്റ്റാർട്ട് ചെയ്യുന്നത് വിന്ധ്യ പർവ്വത നിരകളിൽ നിന്നാണ്. അത് പോയി എൻഡ് ചെയ്യുന്നത് ചമ്പൽ റിവറിലാണ്. അപ്പൊ ചമ്പൽ റിവറിനെ കുറിച്ച് നമ്മൾ
പഠിക്കാൻ നമ്മളിപ്പോൾ കണ്ടു. അപ്പൊ ചമ്പൽ റിവർ എന്ന് പറയുന്നത് ഗംഗയുടെ ഒരു ട്രിബ്യൂട്ടറി ആണ്. അപ്പൊ അങ്ങനെ ഒരു കാര്യം നമ്മൾ പഠിച്ചു. അപ്പൊ ഗംഗ എന്ന് പറയുന്ന ഒരു പെരിനിയൽ റിവർ ആണ്. ഈ ഗംഗ അതുപോലെ എല്ലാ പെരിനിയൽ റിവേഴ്സും നോർത്തിൽ നിന്ന് സൗത്തിലോട്ടാണ് ഒഴുകുന്നത്. കാരണം ഇത് ഉത്ഭവിക്കുന്ന ഹിമാലയത്തിലാണ്. ഹിമാലയ നോർത്തിലായതുകൊണ്ട് ഈ നദികൾ നോർത്തിൽ നിന്ന് സൗത്തിലോട്ട് ഒഴുകുന്നു. പക്ഷേ ഈ കുനോ റിവർ സൗത്തിൽ നിന്ന് നോർത്തിലോട്ടാണ് ഒഴുകുന്നത്. കാരണം വിന്ധ്യ പർവ്വതനിരകൾ സൗത്തിലാണ്. പർവ്വതനിരകളുടെ മുകളിൽ നിന്ന് താഴോട്ട് ഒഴുകുന്നുണ്ട്, സൗത്ത് ടു നോർത്ത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒറ്റ ന്യൂസിൽ നിന്ന് പഠിച്ചു. അത് ചീറ്റയെ പറ്റി ഒരു ന്യൂസ് വന്നപ്പോൾ നമ്മൾ ചീറ്റ എവിടുന്ന് വന്നു, സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് വന്നു എന്ന് പഠിച്ചു. എവിടെയാണ് തുറന്നു വിട്ടത്? കുനോ നാഷണൽ പാർക്ക് തുറന്നു വിട്ടത്. കുനോ നാഷണൽ പാർക്ക് എവിടെയാണ്? മധ്യപ്രദേശിലാണ്. കുനോ എന്ന് വെച്ചാൽ അതിന് നടുക്കൂടെ ഒഴുകുന്ന റിവറാണ്. ഓക്കെ, ആ റിവർ സ്റ്റാർട്ട് ചെയ്യുന്നത് വിന്ധ്യ പർവ്വതനിരകളിലാണ്. അത് ചെന്ന് ചേരുന്നത് ചമ്പൽ റിവറിലാണ്. ചമ്പൽ റിവർ ഈസ് എ ട്രിബ്യൂട്ടറി ടു ഗംഗ. ഈ റിവർ ഒഴുകുന്ന സൗത്തിൽ നിന്ന് നോർത്തിലോട്ടാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അപ്പൊ അതാണ് ഈ കാര്യത്തിന്, അതിനെയാണ് അനാലിറ്റിക്കൽ ആൻഡ് ഇൻഡിസിപ്ലിനറി അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പൊ കറണ്ട് അഫയേഴ്സ് നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനെ വേണം പഠിക്കാനായിട്ട്. ഓക്കെ, സോ പ്ലീസ് നോട്ട്. ഓക്കെ, അനാലിറ്റിക്കൽ ആൻഡ് ഇൻഡിസിപ്ലിനറി അപ്രോച്ച്. അടുത്ത് എസ്സേ റൈറ്റിംഗ് ആൻഡ് എത്തിക്സ് പേപ്പർ. എസ്സേ റൈറ്റിംഗ് എത്തിക്സ് പേപ്പറിന് കറണ്ട് അഫയേഴ്സ് ഒരുപാട് വരും. അത് ഞാൻ നേരത്തെ പറഞ്ഞു. ഇന്റർവ്യൂവിനും വരും. എസ്സേ പേപ്പർ ആൻഡ് എത്തിക്സ് പേപ്പറിന് വരും. എത്തിക്സ് പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ എത്തിക്സ് പേപ്പർ എന്ന് പറയുന്നത് 50% തിയറിയും 50% കേസ് സ്റ്റഡീസുമാണ്. കേസ് സ്റ്റഡീസ് പറയുകയാണെങ്കിൽ കേസ് സ്റ്റഡീസിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. നിങ്ങൾ ഒരു ദിവസം രാവിലെ നിങ്ങൾക്കൊരു എക്സാം ഉണ്ട്. എക്സാമിന് വേണ്ടി നിങ്ങൾ തയ്യാറായിട്ട് എക്സാം സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് അവിടെ ഒരു ആക്സിഡന്റ് സംഭവിച്ച ഒരാൾ റോഡിൽ വീണ് കിടക്കുകയാണ്. നിങ്ങളത് കാണുകയും ചെയ്തു. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ ആ വീണ് കിടക്കുന്ന ആളെ കൊണ്ട് ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സ കൊടുക്കുമോ, അതോ നിങ്ങൾ നേരെ പരീക്ഷ ഉണ്ടെന്ന് വിചാരിച്ച് പരീക്ഷയ്ക്ക് പോകുമോ? നിങ്ങൾ ഏത് കാര്യം ചെയ്യും? നിങ്ങൾ എന്ത് കാര്യമാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? അപ്പോൾ അതായിരിക്കും നിങ്ങൾക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഉത്തരം വേണമെങ്കിലും കൊടുക്കാം, ബട്ട് യു ഹാവ് ടു ജസ്റ്റിഫൈ യുവർ ആക്ഷൻസ്, ദാറ്റ്സ് ഓൾ. അപ്പോൾ അതിന് വളരെ വ്യക്തമായിട്ട് ഉത്തരം എഴുതണമെന്നുണ്ടെങ്കിൽ കറണ്ട് അഫയേഴ്സുമായിട്ട് നിങ്ങൾ ക്ലോസ് കോണ്ടാക്റ്റിൽ പോകണം. കാരണം ഇതിനു മുമ്പ് ഇതുപോലുള്ള സംഭവങ്ങൾക്ക് എങ്ങനെയാണ് പീപ്പിൾ ആക്ട് ചെയ്തത് എന്നുള്ള ഇൻഫർമേഷൻ നിങ്ങൾ കൊണ്ടുവന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അതിന്റെ ചുവട് പിടിച്ച് നിങ്ങൾക്ക് നല്ലൊരു ഉത്തരം കൊടുക്കാൻ പറ്റും. ഓക്കെ, അടുത്തത് ഇന്റർവ്യൂ സ്റ്റേജ്. ഇന്റർവ്യൂ സ്റ്റേജ് ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞു. ഇന്റർവ്യൂ സ്റ്റേജിൽ കറണ്ട് അഫയേഴ്സ് എപ്പോഴൊക്കെയാണ് ആവശ്യം വരുന്നത് എന്നുള്ള ഒരു എക്സാമ്പിൾ ഞാനിപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് ഒരു കുട്ടി, ലക്ഷ്മി എന്ന് പറയുന്ന ഒരു കുട്ടി ഇന്റർവ്യൂവിന് ചെന്നു. നമ്മൾക്ക് അറിയാവുന്ന ഒരു കുട്ടിയാണ്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ടെസ്റ്റ് സീരീസ് ഒക്കെ ചെയ്ത കുട്ടിയാണ്. നൗ ഷീ ഈസ് ഇൻ ദ IRS, ബട്ട് ഷീ വാസ് വെരി എലിജിബിൾ ഫോർ IAS ഓൾസോ. ഓക്കെ, but I will tell you why she was not able to land in IAS and why she is in IRS. Okay, and അതായത് അപ്പോൾ ആ കുട്ടിയുടെ പേര് ലക്ഷ്മി എന്നാണ്. അപ്പോൾ ലക്ഷ്മി ഇന്റർവ്യൂവിന് ചെന്നു. ഇന്റർവ്യൂ തുടങ്ങി. ഇന്റർവ്യൂ ബോർഡ് ലക്ഷ്മിയെ വെൽക്കം ചെയ്തു, ഇരിക്കാൻ പറഞ്ഞു. ഷീ മേഡ് ഹർ വെരി കംഫർട്ടബിൾ. ഓക്കെ, എന്നിട്ട് ഓരോരോ ചോദ്യങ്ങൾ ആദ്യം ചോദിച്ചു. ബേട്ടി എന്ന് വെച്ചാൽ മകളെന്നാണ്. ഓക്കെ, ബേട്ടി, വാട്ട് ഡിഡ് യു ഹാഡ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്? അപ്പോൾ ഈ കുട്ടി വളരെയധികം റിലാക്സ്ഡ് ആയി, ഡിലൈറ്റഡ് ആയി. Oh my God, the interviewer is asking me, what did you had for breakfast? Even my parents didn't ask me, but the interview panel is asking me. They are very much, taking care of me. So she was very happy. Her head almost touched the roof. Okay, and she said, I had idli and vada and sambar. That's all. Okay, then the interview board asked, do you like noodles? Then she said, yes, I like noodles. Do you know how to cook noodles? Yes, sir, I know to cook noodles. Okay, but this is not our question. Do you like Maggi noodles? Yes, sir, I like Maggi noodles. Okay, our question is, what is your understanding about the recent Maggi issue which took place recently? Just then she came to know where was this interview board taking her to. Okay, but she couldn't answer the question, but she could answer, but she gave a vague statement. Okay, so actually the issue was, millions of packets of Maggi noodles was found to have lead as a content in it. And when this lead is taken in huge quantities or considerable amount, it can cause renal failure. So millions of, during that time, it was happened in 2015. So at that time, millions of packets of Maggi were found and it was destroyed due to this issue. Okay,
So this was the answer to be given by the candidate, but she couldn't because she was not aware of that. She might have missed that current affair. Okay, so this is why we say that current affairs is important to you during the interview stage. Okay, so now we will go to our sixth strategy. Sixth strategy is how and when to attend test series. Okay, test series in importance on the test series and just like the name suggests, it is a series of tests. Okay, when നമ്മൾ പറയുന്നത് നിങ്ങൾ പഠിച്ചാൽ മാത്രം പോരാ, ടൈം ടു ടൈം നിങ്ങൾ ടെസ്റ്റും കൊടുക്കണം. എപ്പോഴാണ് ടെസ്റ്റ് സീരീസ് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ as early as possible. Not only that, you should have a comprehensive coverage. ഒരു സബ്ജക്റ്റിന് മാത്രം ടെസ്റ്റ് കൊടുത്തിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റിന് മാത്രം ടെസ്റ്റ് കൊടുത്തിട്ട് കാര്യമില്ല. എല്ലാ സബ്ജക്ട്സും കോംപ്രഹെൻസീവ് ആയിട്ട് ടെസ്റ്റ് കൊടുക്കണം. ആൻഡ് ദാറ്റ് ഇൻ എ റെഗുലർ ഷെഡ്യൂൾഡ് ബേസിസിൽ കൊടുക്കണം. ഓക്കെ, സിമുലേറ്റഡ് എക്സാം കണ്ടീഷൻസിൽ കൊടുക്കണം. അതായത് എക്സാമിന്റെ അതേ സിറ്റുവേഷൻസ് നിങ്ങൾ സിമുലേറ്റ് ചെയ്തിട്ട് ആ ഇതിൽ നിങ്ങൾ എക്സാം കൊടുക്കണം. എന്നിട്ട് നിങ്ങളുടെ പെർഫോമൻസ് അനലൈസ് ചെയ്യണം, ഫീഡ്ബാക്ക് എടുക്കണം നിങ്ങളുടെ മെന്ററിൽ നിന്ന്, റിവിഷൻ ചെയ്യണം, റീടെസ്റ്റ് കൊടുക്കണം. പിന്നെ ബാലൻസ് വിത്ത് റെഗുലർ സ്റ്റഡി ആയിരിക്കണം. അതായത് ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്താൽ മാത്രം പോരാ, പഠിച്ചിട്ട് വേണം ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്യാൻ. അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. വി വിൽ ഷോ യു ഹൗ വി ഡു ദാറ്റ് ഹിയർ. ഓക്കെ, ആൻഡ് ടെസ്റ്റ് സീരീസ് എന്ന് വെച്ചാൽ എന്താണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ടെസ്റ്റ് സീരീസിന്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. ടെസ്റ്റ് സീരീസ് എന്ന് വെച്ചാൽ നമുക്ക് ടോപ്പ് നോച്ചിൽ നമ്മൾ 4 ടൈപ്പ് ടെസ്റ്റ് സീരീസ് കൊടുക്കുന്നുണ്ട്. NCERT ടെസ്റ്റ്, മോഡ്യൂൾ ടെസ്റ്റ്, സിമുലേറ്റഡ് ടെസ്റ്റ്, 10 years PYQ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് NCERT ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ NCERT ഞാൻ നേരത്തെ പറഞ്ഞു 41 ബുക്സോളം ഉണ്ട്. ആ സബ്ജക്ട്സിന് എല്ലാം നമ്മൾ ടെസ്റ്റ് കൊടുക്കുന്നുണ്ട്. ഇന്ത്യൻ എക്കണോമിക് ക്ലാസ് 9, 10, 11, 12 അതിനെല്ലാം ഓരോ ടെസ്റ്റ് അല്ലെങ്കിൽ 2 ടെസ്റ്റ് വീതം കൊടുക്കുന്നുണ്ട്. ജോഗ്രഫിക്ക് അതിനനുസരിച്ച് ടെസ്റ്റ് കൊടുക്കുന്നുണ്ട്, ഹിസ്റ്ററി കൊടുക്കുന്നുണ്ട്, പോളിറ്റി, എൻവയോൺമെന്റ് ആൻഡ് സയൻസ്. അപ്പോൾ ഓൾ ടുഗദർ നിങ്ങൾക്ക് ഒരു 66 ടെസ്റ്റ് ഉണ്ടാവും. ഓക്കെ, NCERTക്ക് വേണ്ടി മാത്രം. അത് നിങ്ങൾ റിലീജിയസ് ആയിട്ട് ഇത്രയും ടെസ്റ്റ് നിങ്ങൾ സ്വയം സെൽഫ് പ്രിപ്പറേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും ടെസ്റ്റ് റിലീജിയസ് ആയിട്ട് ചെയ്യണം. ഓക്കെ, പിന്നെ അടുത്തത് മോഡ്യൂൾ ടെസ്റ്റ് ആണ്. അതായത് ഒരു സബ്ജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ, ഒരു സബ്ജക്റ്റ് കംപ്ലീറ്റ് ആവുമ്പോൾ നമ്മളൊരു ടെസ്റ്റ് കൊടുക്കും. അതിനെയാണ് മോഡ്യൂൾ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, മോഡ്യൂൾ ടെസ്റ്റ് ഇന്ത്യൻ പോളിറ്റിക്ക് 2 ടെസ്റ്റ് ഉണ്ട്, എക്കണോമി, ജോഗ്രഫി എല്ലാത്തിനും 2 ടെസ്റ്റ് വീതമുണ്ട്. ഏൻഷ്യൻ ഹിസ്റ്ററിക്ക് മാത്രം ആർട്ട് ആൻഡ് കൾച്ചറിന് ഒരു ടെസ്റ്റ്, ബാക്കി എല്ലാത്തിനും 2 ടെസ്റ്റ് വീതമുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും ടെസ്റ്റ് നമ്മൾ കൊടുക്കണം. പിന്നെ അടുത്തത് സിമുലേറ്റഡ് ടെസ്റ്റ് ആണ്. സിമുലേറ്റഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആക്ച്വൽ പ്രിലിംസിന് നിങ്ങൾ എങ്ങനെ ടെസ്റ്റ് കൊടുക്കുന്നു അതേ രീതിയിൽ നമ്മൾ ടെസ്റ്റ് കൊടുക്കണം. അപ്പോൾ നമ്മളിവിടെ 10 ടെസ്റ്റ് ആണ് സിമുലേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ രാവിലെ 9:30 തൊട്ട് 11:30 വരെ GS ആയിരിക്കും, പേപ്പർ 1 ആയിരിക്കും. 2:30 തൊട്ട് 4:30 വരെ CSAT ആയിരിക്കും. ഓക്കെ, അങ്ങനത്തെ 10 ടെസ്റ്റ് നമ്മൾ കൊടുക്കും. 11ാമത്തെ ടെസ്റ്റ് ആയിട്ട് നിങ്ങൾ ശരിക്കുള്ള പ്രിലിംസ് ആണ് പോയി അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ടെസ്റ്റുകൾ, അതായത് NCERT ടെസ്റ്റ്, മോഡ്യൂൾ ടെസ്റ്റ് ആൻഡ് സിമുലേറ്റഡ് ടെസ്റ്റ് ഇത്രയും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പ്രിലിംസ് കൊടുക്കുമ്പോൾ യു വിൽ ബി വെരി മച്ച് റിലാക്സ്ഡ് മോഡ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ടെസ്റ്റ് സീരീസ് എന്തുകൊണ്ട് ചെയ്യണം എന്ന് പറഞ്ഞതിന്റെ കാര്യം. പിന്നെ 10 years PYQ ഉണ്ട്. ദാറ്റ് ഈസ് അവർ ലാസ്റ്റ് സ്ട്രാറ്റജി. സോ ദാറ്റ് ഈസ് 7th സ്ട്രാറ്റജി. ഓക്കെ, സോ 7th സ്ട്രാറ്റജി ആണ് എന്താണ്? 10 years PYQ. ഓക്കെ, 10 years PYQ. എന്തുകൊണ്ട് 10 years PYQ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് 10 yearsന്റെ പ്രിലിംസും മെയിൻസിന്റെയും PYQ എന്ന് വെച്ചാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. ഓക്കെ, നോട്ട് ഡൗൺ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് PYQ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് എന്തുകൊണ്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡ് ദ എക്സാം പാറ്റേൺ, ഐഡന്റിഫൈ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഫ്രം സിലബസിന്റെ എവിടെ നിന്നൊക്കെയാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് എന്നും മനസ്സിലാക്കാൻ. അസസിങ് ഡിഫിക്കൽട്ടി ലെവൽ, ഓഫ് കോഴ്സ് ഓരോ വർഷവും ഓരോ രീതിയിലായിരിക്കും അവർ ചോദിക്കുന്നത്. പ്രാക്ടീസ് ടൈം മാനേജ്മെന്റ്, ഡെഫിനറ്റ്ലി ഞാൻ പറഞ്ഞു സിമുലേറ്റഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് ടൈം മാനേജ്മെന്റ് പ്രാക്ടീസ് ആവും. then improving answer writing, time to time you have to keep on writing answers and augment and improve and again write. Okay, question framing, UPSC question frame ചെയ്ത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ, and you can then forecast your own questions. Okay, and assessing progress, and last but not the least boosting your confidence. Okay, അപ്പോൾ നമ്മൾ 10 years previous year question paper എന്ന് പറയുമ്പോൾ see 10 years previous 2014 തൊട്ട് 2023 വരെയുള്ള ചെയ്യും. ഓക്കെ,
അത് ഒരു 30 to 35 സെഷൻസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. സോ അപ്പോൾ ഇത്രയാണ് ടെസ്റ്റ് സീരീസിൻ്റെയും ലാസ്റ്റ് സ്ട്രാറ്റജി 7th സ്ട്രാറ്റജി ആയിട്ട് നമ്മളിപ്പോൾ കണ്ടത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വി വിൽ ഡിസ്കസ് അബൌട്ട് the 8th strategy. Okay, before going to that 8th strategy, 8th strategy odu koodi ningalku we will solve one question paper, and after that you will solve. Okay, so you will find out how good you are in clearing the prelims exam. Okay, and appo endokkana namukku nokka, adinu mumpayitte namukku nokka what are the qualities required by civil service aspirant. Qualities in the first and foremost quality in the consistency, persistence and perseverance. ഈ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവണം. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ തനിയെ ഉണ്ടായിക്കോളും. ഓക്കെ, എന്നാലും ഞാൻ ബാക്കിയൂടെ പറയാം. ഈ ഒരു ചെറിയൊരു കാര്യമാണെങ്കിലും കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, ഇഫ് യു ഡു വൺ, ഇഫ് യു റീഡ് ന്യൂസ് പേപ്പർ, യു ഹാവ് ടു റീഡ് ദ ന്യൂസ് പേപ്പർ ഡെയിലി. നിങ്ങൾ സിലബസ് എല്ലാ ദിവസവും ഒരു 2 to 3 minutes എടുത്ത് വായിക്കണം. അത് എല്ലാ ദിവസവും ചെയ്യണം. ഓക്കെ, യു ഹാവ് ടു റൈറ്റ് വൺ ആൻസർ വൺ ഡേ, എല്ലാ ദിവസവും ചെയ്യണം. ഓക്കെ, യു ഹാവ് ടു റൈറ്റ് വൺ എസ്സേ പെർ വീക്ക്, എല്ലാ വീക്കിലും ചെയ്യണം. ഓക്കെ, ലൈക്ക് ദാറ്റ്. സോ കൺസിസ്റ്റൻസി ഈസ് ദ കീ ആൻഡ് പെർസെവറൻസ് ഓഫ് കോഴ്സ്. ഓക്കെ, ടിൽ യു റീച്ച് യുവർ ഗോൾ യു ഹാവ് ടു ബി പെർസെവറൻറ്റ്. അടുത്തത് അഡാപ്റ്റബിലിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി. യു ഷുഡ് ബി ഏബിൾ ടു accept criticism. You have to adapt to that. You have to be flexible to that. Okay, stress management വേണം, time management, of course we have discussed it before. Effective communication skills എങ്ങനെ ഉണ്ടാക്കാം, that I will tell you. Then analytical and critical thinking, അത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞു. Knowledge about contemporary events, അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു ബൈ കറണ്ട് അഫയേഴ്സ്. അപ്പോൾ നമ്മൾ ടോപ്പ് നോച്ച് എങ്ങനെയാണ് ഈ ക്വാളിറ്റീസ് ഒക്കെ കുട്ടികളിൽ ഇൻസ്റ്റിൽ ചെയ്യുന്നത് ചോദിച്ചാൽ, സ്ട്രക്ചേർഡ് അപ്രോച്ച്. ഞാൻ നേരത്തെ ഒരു ടെസ്റ്റ് സീരീസിന്റെ സ്ട്രക്ചർ കാണിച്ചു തന്നു. സോ അങ്ങനെയുള്ള സ്ട്രക്ചേർഡ് ആയിട്ടുള്ള അപ്രോച്ചിലൂടെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ദെൻ എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി, റെഗുലർ മോക്ക് ടെസ്റ്റ്, ഗ്രൂപ്പ് ഡിസ്കഷൻസ് ആൻഡ് ഡിബേറ്റ്സ്, പിയർ ലേണിംഗ്, മോട്ടിവേഷൻ ആൻഡ് ഗൈഡൻസ്. ഇത്രയും കാര്യങ്ങൾ കൊണ്ടാണ് നമുക്ക് ലൈക്ക് ഇത്രയും ക്വാളിറ്റീസ് നമ്മൾ കുട്ടികളിൽ കൊണ്ടുവരുന്നത്. നെക്സ്റ്റ് നമ്മൾ 8th സ്ട്രാറ്റജി ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, what is the 8th strategy? It is the most important strategy. 8th strategy is, it is the art of decoding the question. നമുക്ക് ഇത്രയും 7 സ്ട്രാറ്റജീസ് നമ്മൾ പഠിച്ചു. അത് നമ്മളെ സബ്ജക്ട് നോളജും വളരെയധികം വലുതാക്കി, നമ്മുടെ നമ്മളെ വളരെയധികം യൂസ്ഡ് ആക്കി എക്സാം അറ്റൻഡ് ചെയ്യുന്നതിനെ പറ്റി. പക്ഷേ ചോദിച്ചിരിക്കുന്ന ചോദ്യം മനസ്സിലാക്കി എടുക്കാൻ നമുക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ that will all go to waste. So 8th strategy is the most important strategy, the art of decoding the question. Okay, either you have to find the correct answer or you have to eliminate the wrong answer. ഇതിൽ ഏതെങ്കിലും നിങ്ങൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് ഉത്തരത്തിലോട്ട് എത്താൻ പറ്റൂ. Then now we will see how we will get there. Okay, but before that let me look at the one question which I showed you before. Okay, with reference to stem cells frequently in the news, which of the following statements is or are correct? Stem cells can be derived from mammals only. Stem cells can be used for screening new drugs. Stem cells can be used for medical therapies. And select the correct answer using the codes given below. A 1 and 2, B 2 and 3 only, 3 C 3 only, D 1 2 and 3. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം എന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് ഞാൻ നിങ്ങൾക്കൊരു മെത്തേഡ് പരിചയപ്പെടുത്തി തരാം. ദാറ്റ് ഈസ് കോൾഡ് ആസ് എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് മെത്തേഡ്. ഓക്കെ, ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ഈ ക്വസ്റ്റ്യനും സമീപിച്ച് നോക്കാം. അതായത് ഈ മെത്തേഡ് പറയുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ക്വസ്റ്റ്യനകത്ത് എവറി, ഓൾ, ഒള്ളി, കംപ്ലീറ്റ്ലി, ഡ്രാസ്റ്റിക്കലി, സഡൻലി, നോ വൺ, സ്റ്റഡിലി, മാസീവ്ലി എന്നിങ്ങനെയുള്ള വാക്കുകൾ വന്നു കഴിഞ്ഞാൽ യു ഷുഡ് കൺസിഡർ ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ആസ് എൻ എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ്. ആൻഡ് ഇൻ മോസ്റ്റ് ഓഫ് ദ കേസസ് ദ എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ്സ് ആർ റോങ് സ്റ്റേറ്റ്മെന്റ്സ്. ഓക്കെ, once again I am telling you, please be very attentive. Okay, you are moving through the important part of this webinar. Okay, so if you come across the words every, all, only, completely, drastically, suddenly, no one, steadily, massively, then these kinds of statements are considered as extreme statements, and extreme statements are normally wrong statements. Okay, പിന്നെ വേറൊരു മെത്തേഡ് ഉണ്ട്, പോസിബിലിറ്റി എൻഹാൻസർ. ക്യാൻ ബി, മേ ബി, മൈറ്റ് ബി, പോസിബിളി ഇങ്ങനെയുള്ള വാക്കുകൾ വന്നു കഴിഞ്ഞാൽ ദാറ്റ് സ്റ്റേറ്റ്മെന്റ്സ് മോസ്റ്റ് ഓഫ് ദ കേസസ് ഇറ്റ് ഇസ് എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, യു ക്യാൻ നോട്ട് ഡൗൺ ക്യാൻ ബി, മേ ബി, മൈറ്റ് ബി, പോസിബിളി.
ഇങ്ങനെയുള്ള വേർഡ്സ് വന്നാൽ those statements are considered as correct statements. Okay. Now let us look back to this question. Okay. Now let us take a look at the statements. Stem cells can be derived from mammals only. Stem cells can be used for screening new drugs. Stem cells can be used for medical therapies. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കുകയാണെങ്കിൽ സ്റ്റെം സെൽസ് ക്യാൻ ബി ഡിറൈവ്ഡ് ഫ്രം മാമൽസ് ഒള്ളി. ഒള്ളി എന്ന വാക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഒള്ളി എന്ന വാക്ക് എവിടെയാണ് വരുന്നത് ചോദിച്ചാൽ, ഒള്ളി എന്ന വാക്ക് വന്നാൽ ആ സ്റ്റേറ്റ്മെന്റിനെ എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാനായിട്ട് നമ്മൾ മുമ്പേ പഠിച്ചു. ഓക്കെ, സോ ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് എൻ എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് റോങ് സ്റ്റേറ്റ്മെന്റ് ആണോ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണോ? ചാറ്റ് ബോക്സിൽ ഒന്ന് പറയാമോ? ഒന്ന് പറയാമോ? ശ്രീപ്രിയ ഉത്തരവും പറഞ്ഞു കഴിഞ്ഞു. ശ്രീപ്രിയയുടെ ഉത്തരം ബി ആണ്. മറ്റു രണ്ടുപേരുടെ ഉത്തരം എന്താണ്? ഓക്കെ, യു ക്യാൻ ഓൾസോ ഗിവ് യുവർ ആൻസർ. അപ്പോൾ സ്റ്റേറ്റ്മെന്റ്സ് 1 എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് അതിനെ റോങ് ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 വരുന്ന ചോയ്സ് എല്ലാം റോങ് ആവാനാണ് ചാൻസ്. അപ്പോൾ ഇവിടെ 1 വരുന്നത് വെച്ചാൽ എ വന്നിട്ടുണ്ട്. എയിൽ 1 and 2 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ 1 റോങ് ആയതുകൊണ്ട് 1 and 2 നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ദെൻ ഡിയിൽ നോക്കുമ്പോൾ 1, 2 and 3 വരുന്നുണ്ട്. അപ്പോൾ 1 റോങ് ആണെന്ന് നമ്മളിപ്പോൾ മനസ്സിലാക്കി. അതുകൊണ്ട് ഈ ഡിയും റോങ് ആണ്. സോ നമ്മൾ ഇപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് ബിയും സിയും ആണ്. ഓക്കെ, 2 and 3 only and 3 only. അപ്പോൾ വീണ്ടും നമ്മൾ 2ഉം 3ഉം നോക്കിയാൽ സ്റ്റെം സെൽസ് ക്യാൻ ബി യൂസ്ഡ് ഫോർ സ്ക്രീനിങ് ന്യൂ ഡ്രഗ്സ്. സ്റ്റെംസ് 3 നോക്കുമ്പോൾ സ്റ്റെം സെൽസ് ക്യാൻ ബി യൂസ്ഡ് ഫോർ മെഡിക്കൽ തെറപ്പീസ്. നമ്മൾ നേരത്തെ പഠിച്ചു പോസിബിലിറ്റി എൻഹാൻസർ എന്ന മെത്തേഡിൽ ക്യാൻ ബി, മേ ബി, മൈറ്റ് ബി, പോസിബിളി ഈ ഇങ്ങനെയുള്ള വാക്കുകൾ വന്നാൽ ഇറ്റ് ഈസ് നോർമലി എ ട്രൂ സ്റ്റേറ്റ്മെന്റ് ഓർ എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഇത് രണ്ടും കറക്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ if 2 and 3 is there in the choice, definitely it will be the answer. So the answer is B, 2 and 3 only. Sri Priya has given the correct answer. Okay, Sri Priya, good. So ഞാൻ ഒരു കാര്യം ചോദിച്ചു, how are you excited now? What subject knowledge did you had to solve this problem? I very well know you don't have any subject knowledge related to the stem cells. Okay, how much subject knowledge did you need or did you require to solve this problem? But you got the correct answer, right? Are you excited or not? Say yes or no. Sri Priya is saying yes. What about Anisha and Nima? Nima is saying yes. Anisha is there? Anisha is saying yes. Okay, everyone, I am also excited. Okay, so next let us see another question. This is the explanation for that question. Okay, now let us go to another question. Okay, with reference to Manipuri Sankirtana, consider the following statements. First one, it is a song and dance performance. Next to second one, cymbals are the only musical instruments used in the performance. Third one, it is performed to narrate the life and deeds of Lord Krishna. Okay, so now you try to answer this question. Which of the statements given above is or are correct? Okay, 1, 2 and 3, 1 and 3 only, 2 and 3 only, 1 only. Now tell me, with the information you have just acquired, try to get to the correct answer. You can put it in the chat box. Okay, Sri Priya has asked me B Ano sir. Let us see. Nima and Anisha, you can also give your answer. Whatever you think the answer is, you can give. Nima and Anisha, come on.
Okay, let us go to the question. Okay. With reference to Manipuri Sankirtana, consider the following statements. Manipuri Sankirtana, I know you have not heard of it. Okay. It is a, you can correct me if I am wrong. Okay. First one, it is a song and dance performance. Second one, cymbals are the only musical instruments used in the performance. 3, it is performed to narrate the life and deeds of Lord Krishna. Okay, again, in the statement 2, cymbals are the only musical instruments. The word only came, leaving it as an extreme statement. So we can rule out this statement. Okay, 2. And look at, if you look at the choices, you will find out that, what will you find out? You have A 1, 2, and 3, and C 2 and 3 only. So in whichever choices 2 is there, you can easily eliminate that. Okay. And the first one is, it is a song and dance performance. Yes, definitely it is a song and dance performance. Third one, it is performed to narrate the life and deeds of Lord Krishna. Yes, here you need a little subject knowledge, but even then you can also make a guesswork because it is not an extreme statement. So the answer is 1 and 3 only, that is B. Once again, Sri Priya has got the correct answer. Okay. Yes. Okay. So are you excited again? Say yes or no. Put it in the chat box. I think you want to do more questions like this. Yes or no? Sri Priya, yes. Nima and Anisha, come with your answers. Yes or no? Nima, yes. Anisha, yes. Okay. Now let us see the next question. Now we have seen a question from science and technology, and from art and culture. Again, we will see one from art and culture. Okay. I'll read out it for you. With reference to Chausat Yogini temple situated near Morena, consider the following statements. First one, it is a circular temple built during the reign of Kachapagada dynasty. It is the second one, it is the only circular temple built in India. And third one, it was meant to promote the Vaishnava cult in the region. And fourth, its design has given rise to a popular belief that it was the inspiration behind the Indian Parliament building. Okay, now you give me the correct answer. Okay, now it's your turn. Give me the correct answer. Put it in the chat box now. Sri Priya has given the answer C. Anisha is saying C. Nima is saying C. Let us see. Sri Priya also C. Okay, let us see. If we take a look at the first one, it is a circular temple built during the reign of Kachapagada dynasty. Okay. Second, it is the only circular temple built in India. That is, again, there is an extreme statement which can be considered as a wrong statement. Next is, third one is, it was meant to promote the Vaishnava cult in the region. Fourth one is, design has been given rise to popular belief that it was the inspiration behind the Indian Parliament building. Now, if you do not have any knowledge about any of these statements also, you can come to an answer. Why? Because statement 2 you have already ruled out because it is an extreme statement. But now look at the choices. There are 4 choices. Out of these 4 choices, 3 choices have statement 2 in it. 1 and 2, 2 and 3 only, and the last one 2, 3 and 4. Since we know that statement 2 is wrong, we can eliminate A, B, and D, which leaves you with the only correct answer, which leaves you with only one choice, and that definitely is the correct answer. Okay. So the answer is 1 and 4. Okay. So the answer is 1 and 4. All of you have scored the right answer. Okay. So I think you are having goosebumps right now because you have all solved one question which have come for the prelims exam.
Okay, what do you think about yourself now? Are you good enough to pass the prelims exam now? Yes or no? Say yes or no in the chat box. Yes or no? Type yes or no. Come on, fast, fast. I know now adrenaline is pumping from your heart to brain. Say yes or no. Do you think that you can pass prelims now? Why nobody is answering? But I know you are capable of passing the prelims. Okay, because you have already solved 3 questions now. Okay, now let us go to the 4th question. Sripriya is telling, I think not that much confidence, but think can solve some of the questions. Yes, you can solve the questions if you have subject knowledge plus the prelim strategies. Okay, so one more question we will solve, and before that I will give one thing. Give me a minute. One more thing, one more important thing. Okay, 1 minute. So it's okay. And one more thing. So I will, okay, I wanted to share you something with you. I'm looking for that. Please hold on. സാർ ഞാൻ നാളെ വീട്ടിൽ പോവാണ്. അപ്പോ ഞാൻ 2 ദിവസത്തേക്ക് ഞാൻ ഉണ്ടാകത്തില്ല. ഇന്ത്യയിലാണല്ലോ, അപ്പൊ ഞാനത് അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പം സാർ കീ അവരുടെ നിന്ന് വാങ്ങിക്കോളൂ. Okay, now I'm going to share one thing with you. Give me a minute. So what is your opinion about today's webinar? Can you put it in the chat box? But before putting it in the chat box, I will tell you one more thing, that okay, now I will share you something important with you. Now I have shared a link in the chat box. Okay, now you please take 1 or 2 minutes to click this link and go to our page, and you can write your feedback about today's webinar. Okay, you can give your feedback about today's webinar.
So Anisha, Nima, Thomas, Sripriya, Suraj, and after doing, giving your feedback using this link, you please come back to the meeting, and then you please share your name with your mobile, your WhatsApp number, so that I will share the 3 documents, that is the syllabus copy, the NCERT book list, and the list of topics which you need to have subject knowledge. Okay. Now, please take 1 or 2 minutes to click the link and give your feedback about today's webinar. So there will be an option to put star. If you like the webinar, you can give a 5 star, and then with 2 to 3 sentences, you can express your feedback about today's webinar, whether you have got enough information from this, or you have you expected more, or you have got information which you have never received from anywhere. Okay. And after giving the review and press submit, you come back and put done in the chat box. Okay. So that I will be able to know that I can continue with the session. Please take 1 or 2 minutes. So once again, I'm telling you, once you have done your feedback, you can come back and put done in the chat box. Okay. Again, I'm telling you, once you have done your feedback, you can come back and Nima is saying done, and Sri Priya is saying done. Yes, sir. Thank you. And we have Anisha also. Anisha is okay. Done. Okay. Thank you. So now, okay. Now in the chat box, you please mention your name and your WhatsApp number, so that I will be able to send the 3 documents to your WhatsApp numbers. Anisha has rejoined us. Welcome back, Anisha. Okay, Sri Priya has given. So Anisha, have you given the review? Okay, you can take your time. You can take your time and can give your review as well. And now I am going to send the 3 documents to your mobile, okay, to your WhatsApp, so that you can make use of it. And one more little thing I would like to show you, that is
see, and okay, so like, you know, how many questions or how many marks do you need to clear prelims? How many marks do you think you need to clear prelims? I have already given you the answer, but still you can tell me how much you require. So it is like 90 to 95. Okay, that means which is less than 50%. Okay, and okay, so for getting 90 to 95 marks, you should get 45 to 47 questions right. All right, you need to get 45 to 47 questions right. And with our prelims strategies, that means we have 25 plus prelim strategies, and with that strategies you can get at least like 30 to 40% of questions right. Okay, that is 30 to 40 questions means you can score like 60 to 80 marks, which leaves you with 15 more marks in getting the cutoff. Okay, that 15 plus mark you can get through your subject knowledge, which you will definitely have once you start preparing. Okay, and what we recommend is this prelim strategies alone cannot get you to clear prelims. Okay, and subject knowledge alone cannot get you to pass the prelims, but subject knowledge plus these prelim strategies can definitely score 120 plus marks for you. Okay, are you listening? So subject knowledge plus our prelim strategies can definitely get you 120 plus marks. If I say that, do you believe me or not? Say yes or no. Do you believe me or not? Yes or no? After all, you have already solved 4 questions with just 2 strategies which I have provided you. You have solved 4 questions, and now do you think whether you will be able to get the cutoff marks with these strategies plus your subject knowledge? Won't you be able to score 120 plus? Sri Priya said yes. Anisha said yes. I believe Nima has also given yes. Okay, so you can start your preparations from the very next moment we conclude this session. Okay, and once again I am telling you, if you want to score, or if you want to clear the prelims, what you have to do is you should prepare for 1 year. You should get a clear mentor. You should go for current affairs modules. You should brush up your current affairs. You have to stay in constant touch with the current affairs. You should do live answer writing program. You have to attend test series, and you have to have access to good study materials. Okay, then you have to 10 years previous year question papers, and you have to familiarize with these prelim strategies. If you want our help, you can definitely come to us. Sri Priya is asking, sir, can I ask something? Yes, please. Please ask me. Please feel free to ask me or ask us. We are a total 4 people here. You can ask us. Can we take test series and mentorship from your academy? Yes, you can. Yes, you can. You can take test series and mentorship from our academy. Definitely, you can. Okay, I will help you with that. See, this is our mentorship program, or this is otherwise called the answer writing program also. So we are conducting it 3 sessions per week. We have 2 to 3 topics per session. So that means very less workload for you. And we are providing simulated test series along with this year-long answer writing session. And we also give live answer structuring, live content orientation, and full syllabus will be covered by Jan 2024. Also, our research team has access to the UPSC based question pattern, and content rich environment will provide you with will help you to give good answer framing and answers to the correct questions, that is precise and concise answers to the questions. Okay, and we have weekly revision, and all these are done by expert faculties. Okay, and these are our winners this year. Okay, all these students, all these students have religiously
followed our answer writing program and current affairs module. Okay. Our current affairs module and answer writing program. They have religiously followed and finally they have come in the list of successful people. Okay. Okay. And so this is a program through which we provide all these specialized programs. This comes all under one roof. Okay. So if you would like to join any program, you can feel free to come to us. But if you think you can do it by yourself, you can go for that also. Okay. If you need any kind of help, I am dropping in my number here. Okay. And I am leaving my academic head's number also. His name is AU Prasad. AU Prasad sir, his number is 9895074949. So if you would like to join any of our programs, okay, you can contact him, AU Prasad sir, or you can contact me as well for any doubts related to your preparation. Okay, I will be very happy to educate you, to enlighten you with the little knowledge I am having, with the very little knowledge I am having, but I will try my best. Okay. So if you have any more doubts, you can ask me. You can also unmute yourself and ask me, or you can put it in the chat box. ഈ മെയിൻസ് ടെസ്റ്റ് സീരീസ് അല്ലാതെ പ്രിലിംസിന്റെ ടെസ്റ്റ് സീരീസും പിന്നെ NCERT ടെസ്റ്റ് സീരീസും നമുക്ക് എടുക്കാൻ പറ്റുമോ? Yes, എല്ലാം എടുക്കാൻ പറ്റും. But as I told you, it should be a balanced approach. Test series മാത്രം എടുത്തിട്ട് കാര്യം, you should also have subject knowledge. So before attending the test series, make sure that you have ample subject knowledge to appear for the test. Okay. മെയിൻ ടെസ്റ്റ് സീരീസ് ഏതെങ്കിലും ബാച്ചിൽ സ്റ്റാർട്ട് ചെയ്തോ? മെയിൻസിന്റെ ടെസ്റ്റ് സീരീസ് Now we are having ipo namakku answer writing program aanu, so very soon we will be starting our mains test series also. Answer writing practice il kuttiyale practice cheyipichondirikana, and we had one session this week. Today we had our current affairs session also. Innathe current affairs session ന്റെ link ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഇന്നത്തെ current affairs session ആരെങ്കിലും attend ചെയ്തിരുന്നോ ഇതിൽ? സാർ എല്ലാ ദിവസവും കറണ്ട് അഫയേഴ്സ് സെക്ഷൻ ഉണ്ടാവോ? So we have weekly session. ഒരു ആഴ്ചയിൽ ഒരു സെഷൻ ഉണ്ടാവും. That is a 3-hour session. So every month we have 4 to 5 sessions. So altogether you will have like 12 to 15 hours of current affairs, which is more than enough to cover your current affairs for prelims. ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള ആൾക്കാർക്ക് അല്ലാതെ വേറെ പുറത്തുനിന്നുള്ള ആൾക്കാർക്ക് Yes, തരാൻ പറ്റുമോ? definitely you can join. You can contact AU Prasad sir for more details. You can call him tomorrow. If you call him now also, he will answer. No issues. He's working 24/7. That's why he's our academic head. You can either WhatsApp him or you can make a call to him and you can check with him. No issues. Or I can ask my people in the office to contact you tomorrow. Any more doubts if you are having, you can feel free to ask me. I am open for discussion. So I believe I have answered all your queries. Nima and Anisha, I'm expecting some questions from you also. So one more thing I have to tell you is that once I sent you the documents, or to you, the 3 documents which I'm going to send you, if you feel that I have done justice to you by giving all the informations which I had to you through this webinar, you can give your feedback through a voice message also. Okay, in the WhatsApp, you can give your feedback as a voice message. Okay. So Sri Priya, the session was very helpful. Thank you for providing your time for us. Thank you.
So I would like to have your true and genuine feedback through a voice. That would be a great help for us to improve ourselves and my team. So I believe that there are no more questions. So please wait for those documents in your WhatsApp. And once you receive, you can also, take your time to give a voice message as the feedback. Okay. So thank you everyone once again. It was nice. It was a nice session. I believe you also have the same opinion about the session. Thank you. And if you would like to have more information about the courses, you can contact our academic head professor, whose number I have been provided to you. Okay. So with this note, I am taking leave from this webinar with your permission. So you give me permission to leave this meeting. Type P in the chat box, please. Only if you give me permission, I will leave this meeting. Okay. Otherwise, I will stay here. After I conclude this meeting, I will be happy to send you or bye, sir. Once again, thank you so much, Sri Priyastini. Okay, thank you. So let us conclude this session. It was very nice talking to you, and all the best for your preparation. Okay, all the best for your preparation. May all of you come out in flying colors. May all of you become the proud people from Kerala who enter into civil services. Okay, all the best from top-notch team. If you would like to have any assistance or any help from us, feel free to contact us. Okay, all the best to you. Thank you. Thank you, sir. Thank you.